സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം പേർക്ക് നമുക്ക് ദൈവസന്നിധിയിലെ ദൈവവചനം പഠിക്കുവാൻ വീണ്ടും കൂടുവാൻ കർത്താവ് സഹായിച്ചതിനായി സ്തോത്രം. ഈ കർഫ്യൂവിന്റെ ടൈമിലും അല്ലെങ്കിൽ കൊറോണയുടെ വ്യാപനം ഇങ്ങനെ പല നിലയിൽ പല മേഖലകളെ ബാധിച്ചുകൊണ്ടിരിക്കുമ്പോഴും അതിന്റെ നടുവിൽ പ്രത്യാശയോടും ധൈര്യത്തോടും പ്രാർത്ഥനയോടും കൂടെ ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവമക്കൾ, എന്റെ വാത്സല്യനിധികളായ ദൈവമക്കൾക്ക് ദൈവം കൊടുക്കുന്ന എല്ലാ സാവകാശങ്ങൾക്കും അനുഗ്രഹത്തിനുമായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവം നിങ്ങൾ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. നമുക്കുള്ളതിനെയും ദൈവം അവിടുന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ക്ലാസ്സിൽ ഇന്ന് പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ അതേ സ്തോത്രം സമയത്തെ വേർതിരിച്ച് അതോടൊപ്പം തന്നെ ദൈവസന്നിധിയിലായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും വ്യക്തിപരമായ സ്നേഹവും നന്ദിയും കർത്താവിന്റെ നാമത്തിലുള്ള സ്വാഗതവും ഞാൻ ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് വേഗത്തിൽ തന്നെ നമ്മുടെ ക്ലാസ്സിലേക്ക് നാം പ്രവേശിക്കുകയാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട് ഇന്ന് രാത്രികാലം നമുക്ക് ഈ വചനം പഠിക്കുവാനായിട്ട് കൂടി ഹല്ലേലൂയ. കർത്താവ് അവിടുന്ന് ഹല്ലേലൂയ സ്തോത്രം നമുക്ക് അവിടുന്ന് അധികം കൃപ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മ്യൂട്ട് അല്ലെ? എത്ര പേര് തിരിച്ചറിയുന്ന അതേ പുസ്തകം പഠിക്കുന്നത് അല്ലെ? എല്ലാവർക്കും ഇപ്പൊ കാണാപ്പാടമാണ് അപ്പോസ്തല പ്രവൃത്തികൾ അല്ലെ? പഠിച്ചത് എങ്ങനെയുണ്ട്? മനസ്സിലാകുന്നുണ്ടോ? ഉണ്ട് അല്ലെ? അലക്സാൻ ഒന്നും പറയുന്നില്ല. ഓക്കെ സ്തോത്രം. അപ്പോ നമ്മൾ പഠിക്കുന്ന ആ പുസ്തകം വളരെ ഒരു എന്താണ് അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകം എന്ന് പറയാൻ കാരണം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ നിത്യേന നമ്മുടെ ജീവിതത്തിൽ ദൈവാത്മാവിന്റെ ഇടപെടൽ എപ്രകാരമാണ്, ഒരു സഭയുടെ വളർച്ച എങ്ങനെയാണ്, ഒരു വ്യക്തിയുടെ വളർച്ച എങ്ങനെയാണ്, ആത്മാവിൽ ഒരു സമൂഹത്തിൽ എപ്രകാരം നമ്മളായിരിക്കണം, അതോടൊപ്പം തന്നെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോകുന്ന അല്ലെങ്കിൽ മിഷണറിമാരായിട്ട് കടന്നു പോകുന്നവർക്ക് വേണ്ട പ്രചോദനങ്ങൾ എങ്ങനെയൊക്കെയാണ്, അവരുടെ അധ്വാനങ്ങൾ, അവർക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എങ്ങനെ തുണ നിൽക്കുന്നു എന്നതിനെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് പറയുന്ന ഒരു പുസ്തകമാണ്. നമുക്ക് പഠിച്ചു വരുമ്പോൾ മനസ്സിലാവും. അപ്പോസ്തല പ്രവൃത്തികൾ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു പുസ്തകമാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ. എന്ന് പറഞ്ഞാല് നമുക്ക് ഇന്ന് നമ്മൾ എങ്ങനെയായിരിക്കണം, ഓരോ ഘട്ടവും കഴിയുമ്പോൾ ആത്മാവ് നമ്മോട് വ്യക്തമായി സംസാരിക്കുന്ന അല്ലെങ്കിൽ അപ്പോസ്തലന്മാരോട് വളരെ ശക്തമായിട്ടും വളരെ ആഴത്തിൽ ഇടപെട്ടിരിക്കുന്ന സന്ദർഭങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയുള്ള വിളി എങ്ങനെയാണ്, സുവിശേഷ വേലയ്ക്ക് വേണ്ടി കടന്നുപോയാലുള്ള ആ പ്രതികൂലങ്ങളെ എങ്ങനെ നമുക്ക് ഫേസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നതിനെ കുറിച്ചൊക്കെ വളരെ ഡീപ്പായിട്ട് നമുക്ക് ഈ പുസ്തകത്തിൽ കാണുവാൻ സാധിക്കും. ഇത് കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നു നമ്മൾ ഓരോരുത്തരും ആത്മീയ നിലയിൽ ശക്തരും അതോടൊപ്പം തന്നെ കർത്താവിന്റെ വേലയ്ക്ക് ഉത്സുകരുമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും അത് വിശ്വസിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തിയിൽ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിച്ചത് ഇന്ന് പുതിയതായിട്ട് ജോയിൻ ചെയ്തവർക്ക് വേണ്ടി ഒരു തിരിഞ്ഞു നോട്ടം നമ്മൾ നടത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തിയിൽ ഏറ്റവും ആദ്യമേ തന്നെ ഞാൻ ചോദിക്കുന്നു, ഇതിന്റെ കീവേഡ് ആയിട്ട് നമ്മൾ പറഞ്ഞ ഒരു വാക്യമുണ്ടായിരുന്നു. ഏതാണ്? 1:8. ആർക്കാണ് പറയാൻ പറ്റുന്നത്? സ്തോത്രം. അത്രത്തോളം പറഞ്ഞു. അനുഭവ ശിക്ഷക്ക് നമുക്ക് ഒരു നല്ല കൈയടി നൽകാം. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഇത് തുടങ്ങിയ പേരോട് പറഞ്ഞു അപ്പോസ്തല പ്രവൃത്തി ഏതാ, ചാപ്റ്റർ ഏതാ, എങ്ങനെ ഒന്നും ആൾക്ക് അറിയത്തില്ല. പക്ഷെ ആൾ പഠിക്കാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു ഇത്രയും വളരെ സന്തോഷം, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞു. ദൈവം അനുഗ്രഹിക്കട്ടെ. അത് വളരെ ഇതായിട്ട് കാണാതെ എല്ലാവരും പഠിക്കണം. എല്ലാ ആഴ്ചയിലും നമ്മൾ എല്ലാ ദിവസവും ക്ലാസ്സിൽ അത് ചോദിക്കും. കുട്ടികൾക്ക് ആർക്കെങ്കിലും ഇംഗ്ലീഷ് പറയാൻ പറ്റും? And when the Holy Spirit shall come upon you, you shall receive power and be witnesses to me, to Jerusalem and to Judea and to Samaria and till the end of the world. പറഞ്ഞിരിക്കുന്നത് വേറെ ആർക്കെങ്കിലും ആരാ പറയുന്നത്? ശലോമാണോ? ഷാരോൺ. But you shall receive the power when the Holy Spirit has come upon you, and you shall be witnesses to me in all Jerusalem and in all Judea and Samaria and the end of the earth. Very good. അപ്പൊ കുട്ടികളെല്ലാം ഇത് കാണാൻ പഠിക്കണം കേട്ടോ. എല്ലാ കുട്ടികളെല്ലാം ഇംഗ്ലീഷിൽ ആ വാക്യം കാണാതെ പഠിക്കണം.
നമ്മൾ 28 അധ്യായം വേറെ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടെങ്കിൽ പറയാം. കുട്ടികൾ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടോ? പറഞ്ഞോ. ഓക്കെ. അപ്പൊ ദൈവം എല്ലാ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രായമുള്ളവരെല്ലാം 1:8 മലയാളത്തിൽ പഠിച്ചിരിക്കണം കേട്ടോ. ഇത് തീരുമ്പോൾ അറ്റ്ലീസ്റ്റ് അതെങ്കിലും പഠിക്കണം കേട്ടോ. രണ്ടാം അധ്യായത്തിൽ നിന്ന് ഒരു വാക്യം പഠിക്കണം. 28 അധ്യായങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ 28 വാക്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കും കേട്ടോ. ഓരോ അധ്യായത്തിൽ ഞാൻ ഓരോ വാക്യം നിങ്ങൾ തരും, ഇന്ന് തരുന്നുണ്ട്. അപ്പം പഠിക്കാൻ വരുന്ന 28 വാക്യം എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. അത് കാണാതെ പഠിക്കുന്നവർക്ക് പ്രത്യേക ഗിഫ്റ്റുകളുണ്ട്, അത് പിന്നീട് പറയുന്നതായിരിക്കും. അപ്പൊ ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ ഞാനിപ്പോൾ മുമ്പേ നമ്മൾ ഓർപ്പിച്ചതുപോലെ തന്നെ പരിശുദ്ധാത്മ പ്രവൃത്തികളെ കുറിച്ച് വളരെ ഗഹനമായിട്ട് വിവരിക്കുന്ന ഒരു പുസ്തകമാണല്ലോ. 1-ാമത്തെ അധ്യായം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കടന്നുപോയത്. 1-ാമത്തെ അധ്യായത്തിലെ പ്രധാന സംഭവങ്ങൾ ഏതൊക്കെയായിരുന്നു? അവിടെ പറയുന്നത് എന്തായിരുന്നു? യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തെ കുറിച്ച് അല്ലേ? നിങ്ങൾക്ക് പറയാൻ പറ്റുന്നവർക്ക് പറയാം. യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണം. 2 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു 4-5 കൂട്ടം കാര്യങ്ങൾ പറയാനിടയായി തീർന്നു അല്ലെ? അപ്പോൾ അത് കാലങ്ങളെ സമയങ്ങളെ കുറിച്ച് പറഞ്ഞു. ഒരു ശബത്ത് ദിവസത്തെ വഴിയെ കുറിച്ച് പറഞ്ഞു. യേശുവിന്റെ അമ്മയെ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ മറിയയ്ക്കും പ്രാർത്ഥന ആവശ്യമാണ് നമ്മൾ അവിടെ കാണുന്നു. യൂദായുടെ അന്ത്യം ചെറിയൊരു വിവരണം നമുക്കവിടെ കാണുന്നുണ്ട്. അപ്പോൾ തന്നെ 12-ാമനായി യൂദ നഷ്ടപ്പെട്ടതിന്റെ പകരമായിട്ട് ഒരാളെ ചൂസ് ചെയ്യുന്നു. അതാരാണ്? നമ്മൾ പറഞ്ഞായിരുന്നു. ആരാണ്? മത്തിയാസ് കേട്ടോ. അപ്പം യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തെ കുറിച്ച് പറയുന്ന ഒരു പുസ്തകം. എത്ര ദിവസം യേശു പ്രത്യക്ഷനായി ഭൂമിയിൽ? എത്ര ദിവസം ഉണ്ടായിരുന്നു? 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി കേട്ടോ. മടിക്കാതെ പറഞ്ഞു. ക്ലാസ് ആയതുകൊണ്ട് തെറ്റിയാലും കുഴപ്പമില്ല കേട്ടോ. ഓക്കെ ഭാവിച്ചാൻ പറഞ്ഞിരിക്കുന്നു 40 കേട്ടോ. അപ്പോൾ ഈ ക്ലാസ്സിൽ കുട്ടികളാണ്, അവർക്ക് സംശയങ്ങളും അല്ലെങ്കിൽ തെറ്റുകളും ഒക്കെ ഉണ്ടാകാം കേട്ടോ. മനസ്സ് തുറന്നു പറഞ്ഞു. തെറ്റുമല്ലോ എന്ന് വിചാരിച്ചു മടിച്ചിരിക്കണ്ട കേട്ടോ. തെറ്റ് പറഞ്ഞവരാണ് ഏറ്റവും മിടുക്കന്മാരായിട്ട് മാറിയിരിക്കുന്നത്. നമുക്കറിയാം, ഒരുപാട് തെറ്റുകൾ പറഞ്ഞ മണ്ടനായിരുന്ന ഒരു വ്യക്തിയാണ് എബ്രഹാം ലിങ്കൺ. അമേരിക്കയുടെ ഏറ്റവും അറിയപ്പെടുന്ന, ഇപ്പോഴും നമ്മൾ ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ഒരു പ്രസിഡന്റ് ആയിട്ട് തീർന്ന, പല തോൽവികളും ഏറ്റുവാങ്ങി, പരാജയങ്ങൾ ഏറ്റുവാങ്ങി, പല തരത്തിലും മാനസിക പീഡനങ്ങൾ ഏറ്റുവാങ്ങി, പലയിടത്തും പല മണ്ടത്തരങ്ങളും പറഞ്ഞ വ്യക്തിയായിരുന്നു എബ്രഹാം ലിങ്കൺ. അദ്ദേഹത്തിന്റെ ചരിത്രം നിങ്ങൾ വായിക്കുന്നവരും അല്ലെങ്കിൽ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പല മത്സരങ്ങളിലും പൊളിറ്റിക്സിൽ പലയിടത്ത് നിന്നിട്ടും വിരലിൽ എണ്ണാവുന്ന വോട്ട് പോലും കിട്ടാതെ താൻ പിന്തള്ളപ്പെട്ട ഒരു വ്യക്തിയാണ്. അവസാനം അദ്ദേഹം അമേരിക്കയുടെ ശക്തനായ, ഇപ്പോഴും നമ്മൾ ഓർമ്മയിൽ സൂക്ഷിക്കുന്ന, നാം എടുത്തു പറയുന്ന ഒരു പേരാണ് എബ്രഹാം ലിങ്കണെ കുറിച്ച്. നിങ്ങൾക്ക് എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഒരുപക്ഷെ നാളെ ലോകം അറിയപ്പെടുന്ന വ്യക്തികൾ ഇതിനകത്തുണ്ട് കേട്ടോ. ഇന്ന് മണ്ടത്തരം പറഞ്ഞാൽ അല്ലെങ്കിൽ തെറ്റു പറയുന്നവരായിരിക്കും നാളെ ലോകം അറിയപ്പെടാൻ പോകുന്നത് കേട്ടോ. അതുകൊണ്ട് വചനം പറയുന്ന കാര്യത്തിൽ ഒരു മടിയും കാണിക്കേണ്ട, ധൈര്യമായിട്ട് നിങ്ങൾക്ക് തുറന്ന് സംസാരിക്കാനുള്ള ഒരു വേദിയാണ് നമ്മളിപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. അടുത്തത് കാലങ്ങളും സമയങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലെ? കാലങ്ങളും സമയങ്ങളും എന്തിനെ കാണിക്കുന്നു, എന്താണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു. അന്ന് വിവരിക്കുന്നില്ല. അതിന് 2 ഗ്രീക്ക് വേർഡ് ഞാൻ പറഞ്ഞായിരുന്നു. എന്തൊക്കെയാ? എഹ്റോസ്, കെയ്റോസ് അല്ലെ? എഹ്റോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാലാനുക്രമമായ ഒരു സമയം. കെയ്റോസ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ആയിട്ട്, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ, ഒരു കാര്യം മാത്രം ചെയ്യാനുള്ള. അതിനാൽ ഞാൻ എക്സാമ്പിൾ പറഞ്ഞായിരുന്നു അല്ലെ? മാരേജ്, അല്ലെങ്കിൽ ഒരു ഡെഡിക്കേഷൻ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു വീട് വെക്കുന്നു, അതിനൊരു ഒരു കാര്യം മാത്രം ചെയ്യാനുള്ള സമയം. പിന്നീട് നിങ്ങൾ അത് എപ്പോഴും അത് ആവർത്തിക്കുന്നില്ല. അതിനെയാണ് കെയ്റോസ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. പിന്നെ ഒരു ശബത്ത് ദിവസത്തെ വഴി എത്ര കിലോമീറ്റർ ആണ്? 1 കിലോമീറ്റർ. വെരി ഗുഡ്. അപ്പോൾ തന്നെ നമുക്ക് യേശുവിന് ഉറ്റി കൊടുത്തത് എത്ര വെള്ളിക്കാശിനാണ്? 30 വെള്ളിക്കാശിന് കേട്ടോ. മത്തിയാസിനെ തെരഞ്ഞെടുത്തത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. എങ്ങനെയാണ് തെരഞ്ഞെടുത്തത്? പ്രാർത്ഥിച്ച്
അവർക്ക് എന്താണ് അദ്ദേഹത്തിന് വേണ്ടി എന്ത് ചെയ്തു, ചീട്ടിട്ടു. അങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മൾ ഈ പേപ്പറിൽ എഴുതി നമ്മൾ ഇടുമല്ലോ, അത് നിങ്ങളുടെ മനസ്സിലേക്ക് വരിക. അങ്ങനെയാണ് അവർ രണ്ടുപേരുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മത്യാസിനെ തെരഞ്ഞെടുത്തത്. ഇങ്ങനെ ഒന്നാമത്തെ അധ്യായത്തിൽ കാണുന്നത് യേശു ക്രിസ്തുവിന്റെ സ്വർഗാരോഹണമാണ് കേട്ടോ. മറ്റു നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അത് വളരെയധികം പഠിക്കുകയും ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ നോട്ടുകൾ അവർ തയ്യാറാക്കുന്നുണ്ട്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ദൈവം അവരെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിന്നെ ഈ പുസ്തകത്തിൽ എത്ര വാക്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞു, ഓർക്കുന്നുണ്ടോ? 1005 കേട്ടോ. ഇപ്പൊ തൽക്കാലം എല്ലാവരും നോക്കി പറഞ്ഞ കുഴപ്പമില്ല. 1005 കാണാൻ പറയുന്നവർക്ക് ഗുഡ് കേട്ടോ. അടുത്ത് എത്ര പ്രവചനങ്ങൾ ഇതിനകത്തുണ്ട്? ഓക്കെ, ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇത് പ്രവചനങ്ങൾ 942 കേട്ടോ. എത്ര അധ്യായമുണ്ട് ആക്സിനകത്ത്? 28 കേട്ടോ. അതുപോലെ തന്നെ ഒരു പുസ്തകം കൂടെ ഉണ്ട് 28 ഉള്ളതെന്ന് ഞാൻ പറഞ്ഞു, മത്തായി. ഓക്കെ. വളരെ മിടുക്കരായ വിദ്യാർത്ഥികൾ. അടുത്തത് പിന്നെ നമ്മള് പ്രവചനപരമായ വാക്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞാൽ, പ്രവചന വാക്യങ്ങൾ അല്ല, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാക്യങ്ങൾ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താ പറയുന്നത്, വളരെ പ്രധാനമായ വാക്യങ്ങൾ 63 ചോദ്യങ്ങൾ ഇതിനകത്ത് എത്രയുണ്ടെന്ന് അറിയാമോ? 75. ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ പഴയ നിയമത്തിന്റെ പ്രവചനങ്ങൾ എഴുത്തെഴുതിയിരിക്കുന്നത്, പഴയ നിയമത്തിൽ നിന്നും എഴുത്തെഴുതിയിരിക്കുന്നത്, കോട്ട് ചെയ്ത് എഴുതിയിരിക്കുന്നത് 21. സാറാ പറയുന്നത് 21. ഓക്കെ, ഇത് ആർക്ക് വേണ്ടിയാണ് എഴുതിയെന്നൊക്കെ നമ്മളൊന്ന് ചെറുതായി ചിന്തിച്ചാൽ ആർക്ക് വേണ്ടിയാണ്? തെയോഫിലോസ് അല്ലെ? തെയോഫിലോസിന്റെ അർത്ഥം എന്താണ്? ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവൻ. വെരി ഗുഡ്. ആരാ ഷിൻചാരാണോ പറഞ്ഞേ? ഓക്കെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവൻ. അതിന് ഞാനൊരു മീനിങ് പറഞ്ഞായിരുന്നു അല്ലെ? അതിനൊന്ന് നമ്മള് കട്ട് ചെയ്ത് തെയോസ് അൽഫിലോസ് കേട്ടോ. തെയോഫിലോസ്. തെയോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? തിയോസ്, ഗോഡ്, ദൈവം. അതാണ്. ഫിലിയോ എന്ന് പറഞ്ഞാല് ലവ്, സ്നേഹിക്കപ്പെടുക അല്ലെ? അപ്പൊ ദൈവത്താൽ എന്താണ്? ലവ് ബൈ ഗോഡ്. ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ? എല്ലാരും കേൾക്കുന്നുണ്ടല്ലോ? ഓക്കെ, അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കാരണം ഞാൻ ഇന്നിപ്പോ പുതിയ നമ്മുടെ കുറച്ച് കുട്ടികൾ ജോയിൻ ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ടി ഒരു റിവ്യൂ, പുറകിലേക്ക് ഒരു പോക്ക് നമ്മൾ നടത്തിയതാണ്. അവർക്കൊന്ന് മനസ്സിലാക്കാൻ. ഏതാണ് ഇപ്പം നേരമില്ല, അതുകൊണ്ട് അത് വിശദീകരിക്കുന്നില്ല. മുൻപോട്ട് ഞാൻ പോവുകയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് 1-ാം അധ്യായത്തിൽ അടങ്ങിയിരിക്കുന്നത്. കീവേഡ് 1-8 ഇതെല്ലാം നമ്മൾ പഠിക്കണം. അടുത്തതായിട്ട് ആക്ട്സ് ചാപ്റ്റർ 2 നമ്മൾ വരികയാണ്. നമ്മൾ ചാപ്റ്റർ ബൈ ചാപ്റ്റർ ആയിട്ടാണല്ലോ പഠിക്കുന്നത്. പഠനമായതുകൊണ്ട് നമ്മൾ ഈ നിലയിലാണ് പോകുന്നത്. നിങ്ങളൊരു ശുശ്രൂഷയോ അല്ലെങ്കിൽ ഒരു മെസ്സേജോ അല്ലെങ്കിൽ ഒരു മീറ്റിംഗിൽ ഇരിക്കുന്ന രീതിയിലല്ല, ഒരു ക്ലാസ്സിൽ ഇരിക്കുന്ന രീതിയിലാണ് നമ്മൾ പഠിക്കുമ്പോൾ ചോദിക്കുകയും പറയുകയും നമ്മൾ ചിന്തിക്കുകയും ചിലപ്പോൾ ഇച്ചിരി സ്ലോ ആയിട്ടൊക്കെ നമ്മൾ പോകത്തുള്ളൂ. ചിലപ്പോൾ പറയും ബോറിംഗ് ആണ് എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ പറയണം. നമുക്കത് ബോറിംഗ് മാറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ബോറടിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ഒരു അധ്യായം എഴുന്നേൽപ്പിച്ച് നിർത്തി വായിപ്പിക്കും. അന്നേരം അവരെന്ത് ചെയ്യുന്നു? ബോറിങ് മാറും കേട്ടോ. അവൻ ശ്രദ്ധിച്ചിരിക്കുക. ക്ലാസ്സിലാണ് നമ്മൾ ശ്രദ്ധിക്കാൻ വളരെ ശ്രദ്ധ കുറവ്. എന്താ വെച്ചാല് പ്രസംഗത്തിനിടയ്ക്ക് നമ്മൾ ഹല്ലേലൂയ സ്തോത്രമൊക്കെ നമ്മൾ കേൾക്കുന്നുള്ളതുകൊണ്ടും മൈക്കിന്റെ സൗണ്ട് ഒക്കെ ഉള്ളത് കൊണ്ടും നമ്മൾ ഇടയ്ക്കൊക്കെ എന്ത് ചെയ്യുന്നു? ഒന്ന് അനങ്ങിയിരിക്കും. ക്ലാസ്സിൽ നമുക്ക് അത്ര ശ്രദ്ധിച്ചിരുന്നെങ്കിലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് ഇത് ക്ലാസ് ആണ് എന്നുള്ള ആ ഒരു മൈൻഡിലേക്ക് നമ്മൾ വരണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ നമ്മുടെ ഈ ക്ലാസ്സിനകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. എല്ലാവരും അങ്ങനെ അനുഭവിച്ചു, അല്ലെങ്കിൽ ആ ഒരു വലിയ അനുഗ്രഹമായിരുന്നു എന്ന് കേട്ട ആ വാർത്തയ്ക്കാണ് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യും. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചായിരുന്നു, യേശുക്രിസ്തുവിന്റെ സ്വർഗ്ഗാരോഹണം 1-ാം അധ്യായവും 2-ാം അധ്യായത്തിലെ പരിശുദ്ധാത്മാവിന്റെ അവരോഹണവുമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പരിശുദ്ധാത്മാവിന്റെ അവരോഹണം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ
കടന്നുവരവിനെ കുറിച്ച് എന്താ പറയുന്നത്, അവരോഹണം അല്ലെ, അവരോഹണത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നത് എപ്പോഴും ആക്ട്സ് ചാപ്റ്റർ 2 ആണ് അല്ലെ. എന്താണ് അതിന്റെ തുടക്കം? നമുക്ക് ഒരു പക്ഷെ എല്ലാവർക്കും അറിയാതിരിക്കാം. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ച് കൂടിയിരുന്നു. ഓക്കെ, അപ്പൊ അതാണ് ആക്ട്സ് ചാപ്റ്റർ 2 ആണ് നമ്മുടെ മനസ്സിലേക്ക് എല്ലാം ഓടി വരുന്നത്. എന്ത് വരുമ്പം പരിശുദ്ധാത്മാവിന്റെ അവരോഹണം അല്ലെ, പരിശുദ്ധാത്മാവിന്റെ അവരോഹണം. ഒന്നാമത്തെ വാക്യം നിങ്ങൾക്കൊന്ന് വായിക്കാം. 1ഉം 2ഉം വാക്യങ്ങൾ ആരെങ്കിലും മൈക്കൊന്ന് ഓണാക്കി വായിച്ചാൽ. ആ ഓക്കെ, താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടി അല്ലെ. അപ്പൊ ഞാൻ പറഞ്ഞു, യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷമായിട്ട് നാം ഒരു മാളിക മുറി ഉണ്ടായിരുന്നു അല്ലെ. ആരുടെ മാളിക മുറിയായിരുന്നു? മർക്കോസിന്റെ മാളിക മുറി. അവിടെ എത്ര പേര് കൂടിയിരുന്നു? 120 പേര് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ നോട്ട് ചെയ്തു, 120, 120. ആ മാളിക മുറിയിൽ ഉണ്ടായിരുന്നത് 120 കേട്ടോ. ആ മാളിക മുറിയിൽ ഇത്രയും പേര്, 120 പേര് കൂടെ ഇരുന്നു. ശിഷ്യന്മാരുണ്ടായിരുന്നു, യേശുവിന്റെ അമ്മയുണ്ടായിരുന്നു, അവരുടെ സഹോദരന്മാരുണ്ടായിരുന്നു, മറ്റു പല പ്രിയപ്പെട്ടവരും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ കൂടി ഏതാണ്ട് 120ഓളം പേർ, 120 പേർ അടങ്ങുന്ന ഒരു സംഘം ആ മാളിക മുറിയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ആ മുറിയുടെ വലിപ്പം ഞാനിങ്ങനെ ചിന്തിക്കാൻ ഇടയായി തീർന്നു. അന്നത്തെ കാലത്തെ ചരിത്രം പറയുന്നു ഏറ്റവും എന്താണ് നമ്മൾ പറയുന്നത്, ഏറ്റവും മനോഹരമായ, ഏറ്റവും ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു മാളികയായിരുന്നു മർക്കോസിന്റെ മാളിക. അദ്ദേഹം ഒരു സമ്പന്നനായിരുന്നു, അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി അദ്ദേഹം എന്ത് ചെയ്തു, സമർപ്പിതനായിരുന്നു. ഇങ്ങനെ എന്ത് ചെയ്തു, ഇവർക്ക് വേണ്ടി, ശിഷ്യന്മാർക്ക് വേണ്ടി വിട്ടുകൊടുക്കുവാനായിട്ട് തക്കവണ്ണം. കാരണം പ്രതിഫലമൊന്നുമില്ല, പ്രതിഫലമൊന്നും അവർക്ക് കൂടിയിരുന്ന് പ്രാർത്ഥിക്കാനായിട്ടൊരു റൂം വിട്ടുകൊടുക്കുകയാണ്. ആ റൂം വിട്ടുകൊടുത്തപ്പോൾ ആ റൂമിന്റെ അല്ലെങ്കിൽ മറ്റൊന്നും താൻ പ്രതീക്ഷിക്കാതെ കൊടുത്തു. അതിനകത്ത് അനേകർ കൂടി വന്നു. എത്ര പേര്? 120ഓളം പേര് കൂടി വന്നു. അവിടെ ആണ് തനിക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹം ഉണ്ടാകാനുണ്ടായ കാരണം. ഞാൻ ചിന്തിക്കുകയാണ്, ഭൂമിയിൽ പരിശുദ്ധാത്മാവിന്റെ അവരോഹണം സംഭവിച്ചത് മർക്കോസിന്റെ മാളിക മുറിക്കകത്താണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഞാൻ ഇതിനകത്ത് നിന്ന് ഒരു ചെറിയൊരു മെസ്സേജ്, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാൻ ഇങ്ങനെ മനസ്സിൽ വരുന്നുണ്ടെങ്കിലും ക്ലാസ് ആയതുകൊണ്ട് ഞാൻ അതിനെ മാറ്റിവെക്കുന്നു. എങ്കിലും ഞാനൊരു കാര്യം കൂടെ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി, ദൈവത്തിന്റെ നാമത്തിനു വേണ്ടി വീടോ, നമ്മുടെ നമ്മുടെ ജീവിതത്തെയോ, നമ്മുടെ ഭൗതിക നന്മകളെയോ, നമ്മൾ എപ്പോഴോ അത് എന്തുമാകട്ടെ, ഏത് സാഹചര്യവുമാകട്ടെ, നമ്മുടെ ഇടുങ്ങിയ സാഹചര്യമാകട്ടെ, വിശാലമായതാകട്ടെ, ആ സാഹചര്യത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് നമ്മുടെ കർത്താവിന് വേണ്ടി കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നാം പ്രതീക്ഷിക്കാത്ത ഒരു അനുഗ്രഹം നമ്മൾ മേൽ അത് വെളിപ്പെടുവാനായിട്ട് അത് ഇടയായിട്ട്. അതിനിപ്പം ഒരുപക്ഷെ നമുക്ക് വലിയ സാഹചര്യങ്ങളൊന്നും ഉണ്ടായി. നിങ്ങളുടെ വീട് ദൈവനാമത്തിന് വേണ്ടി തുറന്നു കൊടുക്കുമ്പോൾ, നിങ്ങളുടെ വാഹനത്തിൽ ഒരാളെ കൂടെ പ്രേയറിന് കൊണ്ടുപോകുമ്പോൾ, നിങ്ങളുടെ പേഴ്സിൽ നിന്ന് പണം എടുത്ത് ഒരാൾക്ക് വണ്ടിക്കൂലി മുടക്കി ആളെയും കൂടെ കർത്താവിനെ അറിയുവാൻ നിങ്ങൾ അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കുമ്പോൾ, നിങ്ങൾക്കുള്ളതിനെയും ദൈവം അനുഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ കുടുംബത്തിനകത്തേക്ക് വലിയൊരു ആത്മനിറവ് വെളിപ്പെടുവാൻ ഇടയായിത്തീരും. ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ വാത്സല്യ ദൈവമക്കളോട് എനിക്ക് പറയാനായിട്ടുള്ളത്, മർക്കോസ് വളരെ ഒരു സമ്പന്നനാണ്. ഈ 120 പേരുടെ സംഘത്തെ അവിടെ കൂട്ടി വരുത്തുമ്പോൾ അവരൊക്കെ സാധാരണക്കാരാ എന്ന് പറഞ്ഞാൽ എന്താണ്? ശിഷ്യന്മാരെ നോക്കിക്കേ, അവര് മുക്കുവന്മാരാണ്, സാധാരണ അബലകളായ സ്ത്രീകൾ അതിനകത്തുണ്ട്, ആരോരുമില്ലാത്ത എന്ന് പറഞ്ഞാൽ ഗുരു ലീഡർ ഇല്ലാത്ത, അല്ലെങ്കിൽ അവരെ ഗൈഡ് ചെയ്യാൻ ആരുമില്ല എന്നൊരു തോന്നൽ സമൂഹത്തിൽ അന്നേരം വന്നിരിക്കുകയാണ്. ആ സമയത്ത് എന്ത് ചെയ്തു, തന്റെ മാളിക മുറി അപ്പുറവും താൻ എന്ത് ചെയ്തു, പ്രയറിനായിട്ട് അല്ലെങ്കിൽ അവർക്ക് കൂടി വരുവാനായിട്ട് വിട്ടുകൊടുത്തു എന്നുള്ളത് വളരെ ഒരു അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. പലപ്പോഴും നമ്മൾ ആ ഒരു വാക്കുകൊണ്ട് അങ്ങ് അവസാനിപ്പിക്കാറുണ്ട് അല്ലെ. മർക്കോസിന്റെ മാളിക മുറിയിൽ പകർന്നതുപോലെ ഉള്ള അഭിഷേകം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കും. പക്ഷെ ഞാൻ ആ വ്യക്തിയെ കുറിച്ച് അല്ലെങ്കിൽ ആ അപ്പർ റൂമിനെ കുറിച്ച് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ആ സമയത്ത്
എന്താണ് ആരും തന്നെ റെക്കമെൻഡ് ചെയ്യാനില്ല, ആരും കൊടുത്തേക്ക് കാക്കിക്കാരും ഞാൻ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞാൽ ഇവരിവിടുന്ന് ഇറങ്ങുമെന്ന് അറിയത്തില്ല, ഒന്നും താൻ ചിന്തിച്ചില്ല. താൻ അതെന്താണ് ആ റൂം അത് ദൈവത്തിന് വേണ്ടി അല്ലെങ്കിൽ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൂടി വരുവാൻ ആ മാളിക മുറിയെ വിട്ടുകൊടുക്കുവാൻ ഇടയായി. നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നമുക്ക് റെക്കമെൻഡ് ചെയ്യാനോ VIP അതിനകത്ത് കൂടിയിട്ടില്ല. മുഴുവൻ മുക്കുവരും എന്താണ് അശക്തരും അലംബഹീനരുമായ കുറച്ച് എന്താണ് പാവപ്പെട്ട സ്ത്രീകളും ഒക്കെ ഉള്ളൂ ആ കൂട്ടത്തിൽ അന്ന് കൂടിയിരുന്നത് കേട്ടോ. പരിശുദ്ധാത്മാവിനെ ആദ്യം പ്രാപിച്ചത് എന്താണ് സാധാരണക്കാരിൽ സാധാരണക്കാരായ ഒരു 120 പേരുടെ കൂട്ടമാണ് അത് പരിശുദ്ധാത്മാവിന് ഈ ഭൂമിയിലേക്ക് സ്വാഗതം ചെയ്യുവാനിടയായിത്തീർന്നത്. പരിശുദ്ധാത്മാവിന്റെ അവരോഹണം എന്താണ് ഇരുകൈയും നീട്ടി സ്വീകരിക്കുവാനായിട്ട് തുറന്ന മനസ്സോടുകൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥന കഴിച്ചിരുന്ന സംഘം 120 പേർ അവർ സാധാരണക്കാരിൽ സാധാരണക്കാരായിരുന്നു. അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ ഇന്നും അതേ ദൈവത്തിന്റെ പ്രവൃത്തി എന്താണ് സമർപ്പിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി ആരാണ് ഡെഡിക്കേറ്റഡ് ആകുന്ന അവരിലൂടെ ഇന്നും ദൈവപ്രവൃത്തി പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ അത് നടക്കുവാനായിട്ട് നടന്നുകൊണ്ട് അത് ഇരിക്കുന്നു. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ അവരോഹണം നമുക്ക് 2-ാം അധ്യായത്തിന്റെ 1 തൊട്ട് 13 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് അത് മനസ്സിലാക്കാൻ വായിക്കുന്നവർക്ക് അത് എഴുതിയിടാം. 2-ന്റെ 1 തൊട്ട് 13 വരെയുള്ള വാക്യങ്ങൾ. Chapter 2 verse 1 to 13. അതിന് നമുക്ക് കാണാം. അടുത്തതായിട്ട് ഞാൻ പറഞ്ഞു വന്ന ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ ആവശ്യം പറഞ്ഞതേ ഉള്ളൂ. നമുക്കുള്ളതിനെ നമ്മൾ ദൈവത്തിന് വേണ്ടി എപ്പോഴും കൊടുക്കാൻ ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവണം കേട്ടോ. നിങ്ങളൊന്നും ഓർക്കണ്ട. നിങ്ങളുടെ ആരോഗ്യമാകാം, നിങ്ങളുടെ കയ്യിലെ പണമാകാം, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ദശാംശമാകാം, നിങ്ങളുടെ വീടാകാം, എന്തുമാണ് നിങ്ങളുടെ വാഹനമാകാം. കർത്താവിന് വേണ്ടി കൊടുത്തിട്ടുള്ളവരൊക്കെ ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിച്ച ചരിത്രം മാത്രമേ. ഇന്ന് നോക്കിക്കേ, ഇന്ന് ഞാനും നിങ്ങളും പ്രാർത്ഥനയിൽ ഉരുവിടുമ്പോൾ പറയുന്നത് കർത്താവെ മർക്കോസിന്റെ മാളിക മുറിയിൽ പകർന്നതുപോലൊരു അഭിഷേകം കേട്ടോ. അദ്ദേഹത്തിന്റെ പേര് പുള്ളി അവിടെ എന്ത് ചെയ്യും, തിരശ്ശീലയ്ക്ക് പുറയില്ല, അല്ലെങ്കിൽ ആ മാളിക മുറിയൊക്കെ അത്ര ഇതല്ല. പക്ഷേ ഇന്നും എന്ത് ചെയ്യുന്നു, ഒന്നും വിചാരിച്ചല്ല ചെയ്തത്, പക്ഷേ അത് മനസ്സോടെ ചെയ്തപ്പോ എന്ത് ചെയ്യുന്നു, ദൈവം അതിനെ വിചാരിച്ച് അതിനെ എന്ത് ചെയ്യുന്നു, അതേ സ്തോത്രം ലോകത്തിന്റെ രാജ്യത്തിന്റെ അല്ലെ സ്തോത്രം അതിരുകൾക്കപ്പുറത്തേക്ക് എന്താണ് അത് ഓരോ വ്യക്തികളും ഇന്നും പ്രാർത്ഥിക്കുമ്പോൾ അത് എടുത്തു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആ വാക്കുകൾ, അല്ലെങ്കിൽ പാട്ട് പാടുമ്പോൾ അല്ലെങ്കിൽ പാട്ടിനകത്തെല്ലാം എന്ത് ചെയ്യുന്നു, അതിന്റെ ഒരു ശിലകൾ അതേ സ്തോത്രം ഏറ്റുപാടുന്നതെല്ലാം എന്താണ് ആ വാക്കുകൾ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ ആശയം, നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്യാനായിട്ടൊരു മനസ്സ് കാണിച്ചാൽ ദൈവം നമ്മളെ മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. അതിനായിട്ട് നമുക്ക് ഉത്സുകരായിരിക്കാനുള്ള ദൈവം സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ അവരോഹണം എങ്ങനെയായിരുന്നു? 120 പേർ കൂടിയിരുന്നു. ആ വാക്കൊന്ന് വായിക്കാം. പെന്തക്കോസ്താൾ വന്നപ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നു. ആകാശം എന്ത് ചെയ്തു? യെസ്, അവർ കൊടി കാറ്റടിക്കുന്ന പോലെ ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിറവിനെ കുറിച്ച് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ അഗ്നിജ്വാല പോലെ പടർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് എന്താണ് പ്രത്യക്ഷമായി. അവർ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും അപ്പൊ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ അവരെല്ലാവരെയും നിറച്ചു അല്ലെ. ദൈവത്തിന്റെ ആത്മാവ് എല്ലാവരെയും എന്ത് ചെയ്തു, നിറയ്ക്കാനായിട്ടിടയായി തീർന്നു. ആത്മാവ് ഇറങ്ങി വന്നു. ആത്മാവ് വന്നപ്പോൾ എന്ത് ചെയ്തു, ഈ ഞാൻ പറഞ്ഞല്ലോ 40 ദിവസത്തിന് ശേഷമായിട്ട് അടുത്ത 40 നാളോളം പ്രത്യക്ഷനായി. യേശുവിന്റെ സ്വർഗ്ഗാരോഹണ ശേഷം 10-ാം ദിവസം, അതായത് ഡേ ഓഫ് പെന്തക്കോസ്റ്റ് ദിവസം ആണ്, 50-ാം നാളാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ മേൽ ഈ അഭിഷേകം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അവരോഹണം സംഭവിക്കുവാനായിട്ടിടയായി തീർന്നത്. അതുകൊണ്ട് നിങ്ങൾ നോട്ട് ചെയ്തേക്കാം. അടുത്തത് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പൊ വായിച്ചത് വാക്യം, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ എന്ത് സംസാരിച്ചു എന്നാ വായിക്കുന്നത്? അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ബൈബിളിൽ തുടക്കത്തിൽ അല്ലെങ്കിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ മക്കൾ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി എന്നതിന് ശക്തമേറിയ തെളിവ് നൽകുന്ന ഒരു വാക്യമാണ് നമുക്കിവിടെ 4-ാമത്തെ വാക്യം. അവര് എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങി അല്ലെ. തുടങ്ങിയെന്നാ വായിക്കുന്നത്, അത് ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു അല്ലെ. സ്തോത്രം. ആ പരിശുദ്ധാത്മാവ് അന്യഭാഷകൾ സംസാരിച്ച് തീർത്തു എന്നല്ല, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷയിൽ സംസാരിച്ച്
തുടങ്ങി അത് ഇന്നും എന്നിലൂടെയും നിങ്ങളുടെയും അതിങ്ങനെ നടന്നുകൊണ്ട് കർത്താവിന്റെ വരവരെയും എന്ത് ചെയ്യുന്നു. അന്യഭാഷകൾ അതിന് വിമർശനങ്ങൾ ഉണ്ടാവാം, അതിനെ ഇല്ലെന്ന് പറയാം, അതിന് എതിരെ വാദമുഖങ്ങളൊക്കെ നിർത്താം, യുക്തിയൊക്കെ നിർത്തുന്നുണ്ട്. നമ്മൾ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല പ്രിയപ്പെട്ടവരെ. അതേ സാധുക്കളായ നമുക്ക് ഈ ആത്മാവിനെ പ്രാപിക്കുവാൻ അല്ലെങ്കിൽ അഭിഷേകത്തിൽ നിറയുവാനൊക്കെ ദൈവം ഇടയാക്കിയല്ലോ. നമ്മൾ യോഗ്യരായിട്ടല്ല, നമ്മളെയും യോഗ്യരാക്കി ദൈവം തീർത്തല്ലോ. ഈ വലിയൊരു അഭിഷേകം നമ്മുടെ മേലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേലും നമ്മുടെ കുടുംബങ്ങളുടെ മേലും ഒക്കെ വെളിപ്പെട്ടല്ലോ. അതോർത്ത് ഞാൻ എന്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതിനെ ആത്മാവിനെ സ്വീകരിപ്പാൻ വഹിപ്പാൻ ദൈവം നമുക്ക് അവിടെ ഇടയാക്കിയല്ലോ. അപ്പൊ അന്യഭാഷകളിൽ സംസാരിച്ച് അതേ തുടങ്ങി. അതുകൊണ്ട് ഈ യുഗത്തിന് പറയുന്ന അല്ലെങ്കിൽ ഈ കാലത്തിന് പറയുന്ന ഒരു പേരുണ്ട്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അതെ, ശിവജാൻ പറയുന്നു, കേട്ടോ എന്ന് എനിക്ക് അത്ര പേർക്ക് അറിയത്തില്ല. കൃപായുഗം എന്നാ പറയുന്നത്. ഈ യുഗത്തെ കുറിച്ച് എന്താ പറയുന്നത്? കൃപായുഗം. എത്ര പേര് അങ്ങനെ ഒരു യുഗം കൃപായുഗം എന്ന് കേട്ടിട്ടുണ്ട്? ചുമ്മാതെയാണേലും ആരെങ്കിലും ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? അല്ലെ, കൃപായുഗം അല്ലെ, സ്തോത്രം. ഇതൊരു കൃപയുടെ പീരീഡ് ആണ്. കൃപയുടെ പീരീഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴാകുന്നു എന്താണ്? സുപ്രസാദ കാലം. ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം അല്ലെ. ഇതാണ് സുപ്രസാദ കാലം. രക്ഷിക്കപ്പെടുന്നവരെ എന്ത് ചെയ്യുന്നു? അവരുടെ പാവങ്ങളെ പോയി പരിശുദ്ധാത്മാവ് ദിനം പ്രതി ദൈവസഭയോട് ചേർത്തുകൊണ്ടേയിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലെ. ഇതൊരു കൃപയുടെ യുഗമാണ്. ഇന്ന വ്യക്തിയെന്നോ ഇന്ന ജാതിയിൽപ്പെട്ടവനെന്നോ ഇന്ന കുലത്തിൽപ്പെട്ടവനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരുടെ മേലും കൃപ വ്യാപരിക്കുന്നു. പറഞ്ഞാൽ രക്ഷിക്കപ്പെടുന്ന യേശുവിനെ ഹൃദയത്തിൽ വിശ്വസിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുന്ന വ്യക്തികളുടെ മേലെ ദൈവത്തിന്റെ കൃപ വെളിപ്പെടാനിടയായിത്തീരുന്നു. ഹല്ലേലൂയ. അപ്പോൾ കൃപയുടെ യുഗമാണിത് അല്ലെ. ബൈബിളിൽ നമുക്ക് 7 യുഗങ്ങളെ കുറിച്ച് കാണാൻ സാധിക്കുന്നുണ്ട്. 7 യുഗങ്ങൾ. അതിൽ ഏതാണ്ട് 6ാമത്തെ യുഗമാണ് കൃപായുഗം എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബൈബിളിൽ 7 യുഗം കാണുന്നുണ്ട്. യുഗത്തിനെ കുറിച്ച് അതൊരു വലിയൊരു ക്ലാസ് ആണ്. അത് നമുക്ക് പിന്നീടൊക്കെ സമയമുള്ളപ്പോൾ നമുക്ക് എടുക്കാം. ഒന്ന് എന്താണ്? നിഷ്പാപ യുഗം, 2 മനസാക്ഷി യുഗം, 3 വാഗ്ദത്ത യുഗം, 4 ന്യായപ്രമാണ യുഗം, 5 പ്രവാചക യുഗം, 6 കൃപായുഗം, 7 സഹസ്രാബ്ദ യുഗം. ഇങ്ങനെ 7 യുഗങ്ങളാണ്. ഒന്നുകൂടെ ഞാൻ പറയാം. ഒന്ന് നിഷ്പാപ യുഗം, 2 മനസാക്ഷി യുഗം, 3 മനസാക്ഷി യുഗം. ബുക്കിലെല്ലാം എഴുതിയിരുത്തിയോ? ഒന്നും കൂടെ സ്ലോയിൽ എഴുതുന്നവരുണ്ട്. ഒന്നുകൂടെ പറയുന്നു. 1 നിഷ്പാപ യുഗം, 2 മനസാക്ഷി യുഗം, 3rd വൺ വാഗ്ദത്ത യുഗം, പ്രോമിസ്, വാഗ്ദത്ത യുഗം. 4 ന്യായപ്രമാണം നൽകപ്പെട്ട യുഗം, 4th വൺ ന്യായപ്രമാണ യുഗം. 5 പ്രവാചക യുഗം. പ്രവാചകന്മാരിലൂടെയും ദൈവത്തിന്റെ ഭൃത്യന്മാരിലൂടെ നമുക്കറിയാം. ചെറിയ വലിയ പ്രവാചക യശയ്യാവ്, അങ്ങനെ ഒരു കാലഘട്ടം. അതാണ് പ്രവാചകരിലൂടെ ദൈവത്തിന് അള്ളപ്പാട് ആരാണോ അവരിലൂടെ ഇടപെട്ട ഒരു യുഗമുണ്ട്. കാരണം അന്ന് അങ്ങനെയായിരുന്നു. പ്രവാചകന്മാരായിരുന്നു ദൈവത്തിന്റെ മനുഷ്യന്റെ ഇടയിലെ ഒരു ബ്രിഡ്ജ്, ഒരു പാലമായിട്ട് നിന്ന് അവര് പ്രവർത്തിച്ചു. അങ്ങനെ ഒരു കാലം പ്രവാചക യുഗം. അടുത്തത് നമ്മളിപ്പോൾ 5 ആയല്ലോ അല്ലെ. 6 ഇപ്പൊ നമ്മൾ പറഞ്ഞ യുഗം ഏതാ? കൃപായുഗം. അതിന് പരിശുദ്ധാത്മ യുഗം എന്ന് പറയും, കൃപായുഗം എന്ന് പറയും. രണ്ടും ശരിയാണ്. കൃപായുഗം. ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന യുഗം ഏതാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ ധൈര്യത്തോടെ കണ്ണുടച്ചോണ്ട് പറഞ്ഞോണം, കൃപായുഗത്തിലാണ് ഞങ്ങൾ താമസിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഈ ക്ഷമയും കരുണയും ഒക്കെ ലഭിക്കുന്നതെന്ന് ഓർക്കണം. കൃപായുഗത്തിലായോണ്ടാണ്. പ്രമാണ യുഗത്തിലോ വല്ലതും ആണെങ്കിൽ ആ പ്രമാണം വെച്ചാ കണ്ണിന് പരം കണ്ണ് അല്ലെ, ചെവിക്ക് വരും ചെവി. അത് അറിയാമല്ലോ. കൃപായുഗം ആയതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ ഒരു പരുവത്തിലൊക്കെ അങ്ങ് മുൻപോട്ട് പോകുന്നു. ഇനി ലാസ്റ്റ് വൺ എന്താണ് ഞാൻ പറഞ്ഞായിരുന്നു? സഹസ്രാബ്ദ യുഗം. 1000 ആണ്ട് വാഴ്ച എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. വെളിപ്പാട് പുസ്തകം റെവലേഷൻ 19:10 19:10. ആർക്കെങ്കിലും ഒന്ന് വായിക്കാം. ഞാൻ നമ്മൾ ഇപ്പം ഈ യുഗത്തിലേക്ക് പോയാൽ നമുക്ക് ഈ ഇതിലേക്ക് വലിയൊരു വിഷയമാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞാൽ മാത്രം മതി എന്താണ് നിഷ്പാപ യുഗം. സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ക്ലാസ്സിന് ശേഷം പിന്നീട്
And I fell at his feet to worship him. But he said to me, see that you do not do that. I am your fellow servant and of your brethren who have the testimony of Jesus. Worship God, for the testimony of Jesus is the spirit of prophecy. മതി. വേറെ ആരെങ്കിലും മലയാളം? ഓക്കെ, ഗുഡ്. ആ അപ്പോൾ അവൻ എന്നോട് അരുത്, ഞാൻ നിനക്കും യേശുവിന്റെ സാക്ഷ്യമുള്ളവരുടെ സഹോദരന്മാർക്കും സഹോദരത്തിനത്രേ ദൈവത്തെ നമസ്കരിക്കാം. യേശുവിന്റെ ഇത് നമ്മുടെ ക്രിസ്തുവിൽ ജയാളി ആയിരിക്കുന്ന നമ്മളൊക്കെ അറിയാമല്ലോ. കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുന്ന ശേഷമായിട്ട് കർത്താവ് എന്ത് ചെയ്യുന്നു? തന്റെ സഭയുമായി എന്ത് ചെയ്യുന്നു? 1000 ആണ്ട് വാഴ്ച ഈ ഭൂമിയിൽ നടത്തുന്നു എന്നതിനെ കുറിച്ച് വെളിപ്പാട് പുസ്തകം നമുക്ക് കാണുന്നുണ്ട്. ഞാൻ അതിന്റെ കുറച്ചുകൂടി ഉണ്ട്, ഞാൻ അവിടെ കൊണ്ട് നിർത്തുകയാണ് സമയത്തിന്റെ പരിമിതികൾ കൊണ്ട്. അതാണ് സഹസ്രാബ്ദ വാഴ്ച എന്ന് പറയുന്നത്. 1000 ആണ്ടൊരു വാഴ്ചയുണ്ട്. ദൈവത്തിന്റെ ജനത്തിന് യേശുവിനോടുകൂടെ പോയതിനു ശേഷമായിട്ട് കർത്താവ് എന്ത് ചെയ്തു? തന്റെ മക്കളുമായിട്ട് ഈ ഭൂമിയെ വാഴുവാൻ വരുന്ന ഒരു സമയമുണ്ട്. ആ സമയത്തിനാണ് സഹസ്രാബ്ദ വാഴ്ച അല്ലെങ്കിൽ 1000 ആണ്ടു വാഴ്ച എന്ന് പറയുന്നത്. അതിനെ കുറിച്ച് അതും ഒരു വിശദമായ ഒരു പഠനമാണ്. ജസ്റ്റ് നിങ്ങൾ അതൊന്ന് ഗ്രഹിച്ചു വെക്കുക. എനിക്കറിയാം പലരും പല പറഞ്ഞല്ലോ പല സ്പിരിച്വൽ ഏജിലുള്ളവരായതുകൊണ്ട് അതിപ്പം എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായി കാണത്തില്ല. എങ്കിലും അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. പിന്നീട് നമ്മൾ അതിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് ചർച്ച ചെയ്യുവാനായിട്ട് അത് ഇടയായിത്തീരും, കർത്താവ് സമയം തരുന്നത് പോലെയൊക്കെ. അപ്പോൾ ഈ എത്ര യുഗം ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്? 7 യുഗം. 7 യുഗം കേട്ടോ. 7 യുഗം കാണാതെ പഠിച്ചോണം കേട്ടോ. 7 യുഗം. നിഷ്പാപ യുഗം, മനസാക്ഷി യുഗം, വാഗ്ദത്ത യുഗം, ന്യായപ്രമാണ യുഗം, പ്രവാചക യുഗം, കൃപായുഗം, സഹസ്രാബ്ദ യുഗം കേട്ടോ. ഇങ്ങനെ ഓർഡറിൽ പഠിച്ചോണം കേട്ടോ. തെറ്റിപ്പോരുത്. ഇതിന് ഓർഡർ വേണം. വേറെ എന്തെങ്കിലും ഓർഡർ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇതിന് ഓർഡർ ഉണ്ട്. കാരണം ഒന്ന് കഴിഞ്ഞിട്ട് അടുത്തത്, അത് കഴിഞ്ഞ് അടുത്തത്, അത് കഴിഞ്ഞ് അടുത്ത് വരുന്നത് കേട്ടോ. ഓരോ യുഗത്തിനും അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കൃപായുഗമാണ്. ഇനിയും ഉള്ള യുഗത്തിന്റെ പേരാണ് സഹസ്രാബ്ദ യുഗം എന്നുള്ളത്. അടുത്തത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിന്റെ 2-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങള് നമ്മൾ ഒന്നുകൂടി ഒന്ന് വായിക്കാമോ? 2-3 വാക്യങ്ങൾ ഒന്നുകൂടെ. കണ്ടോ, അവരിരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ. അപ്പൊ 2 കാര്യങ്ങൾ അവിടെ എടുത്തു പറയുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ട് ആ ഭാഗത്തിൽ നിന്ന് ഞാൻ ഒഴിക്കുകയാണ്. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ നിറവിനെ കുറിച്ച്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ കുറിച്ച് നമുക്ക് ബൈബിളിൽ കാണുവാനായിട്ട് അതേ സാധിക്കുന്നുണ്ട്. മറ്റ് പല സഭകളും എന്ന് പറഞ്ഞാല് ബ്രദറൻ പോലെയുള്ളവർ അവർ ഈ അഭിഷേകത്തെ കുറിച്ച് കൂടുതലായിട്ട് അവർ പറയുന്നില്ല. അവരതിൽ സൈലന്റ് ആയിരിക്കുന്നു. അവരതിനോട് അവർ പറയുന്നത് അന്നത്തെ ഒരു കാലത്ത് മാത്രം ഉണ്ടായ ഒരു സംഭവമാണ്. പിന്നീട് അതങ്ങനെ നടന്നിട്ടില്ല എന്നൊക്കെ വ്യാഖ്യാനിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ വിശ്വസിക്കുന്നതും ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുന്ന നമ്മളിലൂടെ അത് ആരംഭിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അത് എന്നുവരെ എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുവിന്റെ 2ാമത്തെ വരവരെയും ഇവിടെ എന്ത് ചെയ്യുന്നു? അത് സംഭവിച്ചുകൊണ്ടേ ഇരിക്കും. എനിക്ക് വിശ്വസിക്കോ എനിക്ക് താല്പര്യമില്ലെങ്കിൽ എനിക്ക് വേണ്ടെന്നേ ഉള്ളൂ. പക്ഷെ ആത്മാവ് എല്ലാവരെയും എന്ത് ചെയ്തു? ആഗ്രഹിക്കുന്ന എല്ലാവരെയും നിറച്ചുകൊണ്ടിരിക്കും. ഈ 120 പേരുടെ മേൽ എന്ത് ചെയ്തു? ആത്മാവ്, പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ അവിടെ പ്രത്യക്ഷപ്പെട്ടത് എങ്ങനെയാണ്? അഗ്നി അവർ ഇരുന്ന് വീട് മുഴുവൻ നിറച്ചു. പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി, അല്ലെ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവർ ഓരോരുത്തരുടെ മേലും പതിഞ്ഞു. കണ്ടോ, അഗ്നി അല്ലെ, തീ പോലെ അവർക്ക് മനസ്സിലായി, അവർക്ക് തോന്നി. നാവുകൾ വന്ന് പതിക്കുന്നത് പോലെയുള്ള ഒരു ഫീലിങ്സ് അവർക്കുണ്ടായി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇത് രണ്ടും എന്തിനെ കാണിക്കുന്നു? ഒന്ന് അഗ്നി സുവിശേഷത്തെ കാണിക്കുന്നു. നാവ് എന്തിനെ കാണിക്കുന്നു? അതെ, യേശുവിനെ കുറിച്ച് സാക്ഷിക്കുവാനായിട്ട് അത് കാണിക്കുന്നു. കണ്ടോ, അവർ പേടിച്ചരണ്ടിരിക്കുമ്പോൾ അവരെ എന്താണ്? ധൈര്യപ്പെടുത്തുക. കണ്ടോ, പരിശുദ്ധാത്മാവിന്റെ സ്നാനമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങിയവരുടെ മേൽ വന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ അവരെന്ത് ചെയ്യുന്നു? യേശുവിനെ സാക്ഷിക്കാനുള്ള ധൈര്യം അവർക്ക് കിട്ടി, അല്ലെ? നമുക്ക് ഉടനീളം കാണാൻ കഴിഞ്ഞുണ്ട്. അതിനുശേഷം ഇവര് പുറപ്പെടാൻ തുടങ്ങി. പിന്നെ എന്ത് വന്നാലും, എന്ത് പ്രശ്നം വന്നാലും, എന്ത് പ്രതികൂലം വന്നാലും, മരണം മുമ്പിൽ വന്നാലും അവർക്ക് ഭയമില്ലാതെ മുൻപോട്ട് പോകാൻ അതിനു മുമ്പ് അവർ പേടിച്ചരണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അവർ പ്രാർത്ഥനയിൽ കൂടി വന്നു, പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവർ ഈ മാളിക മുറിയിൽ നിന്ന് ദൈവത്തെ സ്തുതിച്ചു, ആരാധിച്ചു, മഹത്വപ്പെടുത്തുക ഒക്കെ ചെയ്തപ്പോൾ അവിടെ മേൽ ആത്മാഭിഷേകം ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അവർ ധൈര്യമുള്ളവരായി തീരാനിടയായിത്തീർന്നു. അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇറങ്ങി വരുമ്പോൾ നമ്മൾ എങ്ങനെയുള്ളവരായി മാറുന്നു? ധൈര്യമുള്ളവരായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു? അപ്പൊ അവർക്ക് ലഭിച്ച ധൈര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? യേശുവിനെ സാക്ഷിക്കാനുള്ള
ധൈര്യം അവർക്ക് ലഭിക്കുവാൻ അത് ഇടയായി തീർന്നു എന്ന് നമുക്ക് കാണാനായിട്ട് അതേ സാധിക്കുന്നുണ്ട്. അവിടെ അതിന്റെ അവസാനം നമുക്ക് അതാണ് വായിച്ചു നിർത്തിയതാണ്. പ്രത്യക്ഷമായ ഓരോരുത്തരുടെ മേലും ഞാൻ എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ ആത്മാഭിഷേകത്തെ കുറിച്ചൊക്കെ ഒത്തിരി ഡൗട്ടുകൾ നമുക്കുണ്ടാകാം. വിശ്വസിക്കുന്ന അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട സ്നാനമേറ്റ് ഒരു വ്യക്തിയുടെ മേൽ ദൈവത്തിന്റെ അഭിഷേകം അത് ദൈവം അയക്കും. ആഗ്രഹിക്കുന്നവരുടെ മേൽ ദൈവം അതിന്റെ അഭിഷേകത്തെ ദൈവം പകരുവാനായിട്ട് അത് ഇടയായി തീരും. നമുക്കറിയാം കഴിഞ്ഞ വർഷത്തെ ഫാസ്റ്റിംഗ് പ്രയറിൽ ഏതാണ്ട് 30-ലധികം ആളുകൾ അഭിഷേകം പ്രാപിക്കാത്ത 30-ലധികം ആളുകൾ അത് അഭിഷേകം പ്രാപിക്കുവാൻ ഇടയായി തീർന്ന ഒരു ചരിത്രം നമ്മുടെ പുറകിലുണ്ട്. സ്തോത്രം. 32-33 ആളുകളോളം അഭിഷേകം നിറഞ്ഞു അല്ലെ. അതെല്ലാം ഷിനുചാനൊക്കെ ഓർക്കുന്നുണ്ടല്ലോ അല്ലെ. സ്തോത്രം. അതിന് അരിസ്റ്റോക്കെ എന്നാണ് അഭിഷേകം പ്രാപിക്കാൻ ഇടയായി തീർന്നത്. സ്തോത്രം. പിന്നീസിന്റെ അഭിഷേകം ഇവരെ ഉണ്ട്. സ്തോത്രം. അങ്ങനെ പലരും നമ്മുടെ ചർച്ചിൽ വെച്ച് ആത്മാഭിഷേകം പ്രാപിക്കുകയും പരിശുദ്ധാത്മാ അന്യഭാഷകളിൽ സംസാരിക്കുകയും ചെയ്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവം അവരൊക്കെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇത് നമ്മൾ പഠിപ്പിക്കുക മാത്രമല്ല, നമ്മൾ തെളിവ് അല്ലെങ്കിൽ നമ്മളിലൂടെ ഇന്നും അത് നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇനിയും എന്നെ കേൾക്കുന്ന ആരെങ്കിലും അങ്ങനെ പ്രാപിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങൾ ഇത് പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ മേൽ അഭിഷേകം ദൈവം അയക്കുവാനായിട്ട് അത് ഇടയായിത്തീരും. എനിക്ക് വേണ്ട എന്നൊരു തോന്നലല്ല, അതിനുവേണ്ടി സാഹചര്യം വരുമ്പോൾ അവിടെ എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ച് അതിനുവേണ്ടി ഒരുക്കപ്പെടണം. ദൈവം നിങ്ങൾക്ക് ആത്മാഭിഷേകത്തെ നൽകുവാൻ അത് ഇടയായിത്തീരും. മത്തായി സുവിശേഷം 3:11 വേഗത്തിൽ 1-2 വാക്യങ്ങൾ എനിക്കൊന്ന് വായിച്ചൊന്ന് സഹായിക്കാമോ? മത്തായി 3:11, മർക്കോസ് 1:18 നോട്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് മത്തായി 3:11, മർക്കോസ് 1:18, ലൂക്കോസ് 3:16, യോഹന്നാൻ 1:33. ഒന്നുകൂടെ പറയാം. മത്തായി 3:11. എന്താ പറയുന്നത്? പരിശുദ്ധാത്മാവിനാലും തീയാലും സ്നാനം കഴിപ്പിക്കും. 3:11 കഴിപ്പിക്കും. വെരി ഗുഡ്. മർക്കോസ് 1:18. താങ്ക് യു. ആരെയും എടുത്തൊരു വായിച്ചു. ലൂക്കോസ് 3:16 വായിച്ചു. ഓക്കെ. ലൂക്കോസ് 3:16 കേട്ടോ. ഒരു ചെറിയ അവന്റെ ചെരുപ്പിന്റെ ദ്വാര അഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. ജെൻസിയാണ് ഇന്ന് നമ്മുടെ കൂടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് ജെൻസിയാ വായിച്ചത്. സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇവിടെ വായിക്കുന്നു 2 വാക്യങ്ങളും. ഞാൻ നിങ്ങളെ എന്ത് ചെയ്യുന്നു? വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ എന്നിട്ടും ബലവാനായി വരുന്നു. അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. ഇത് ആരാ പറയുന്നത് അറിയാവോ? യോഹന്നാൻ സ്നാപകൻ കേട്ടോ. യോഹന്നാൻ സ്നാപകൻ. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും എന്ന് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. യോഹന്നാൻ 1:33 കൂടി ഒന്ന് നോക്കി. നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. ഒരു തെളിവിന് വേണ്ടി ആരോടെങ്കിലും പറയാനോ എടുത്ത് കാണിക്കാനോ ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു തെളിവിന് വേണ്ടിയാ കേട്ടോ. ജോൺ ചാപ്റ്റർ. സ്തോത്രം. അപ്പൊ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നു എന്ന പരിശുദ്ധാത്മ സ്നാനം എന്ന വാക്ക് നമുക്ക് അവിടെ കാണാൻ. ഈ വാക്യങ്ങൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. മത്തായി 3:11, ലൂക്ക് 3:16, യോഹന്നാൻ 1:33 കേട്ടോ. നിങ്ങൾക്ക് ഇടയ്ക്ക് എടുത്ത് ഇനിയിപ്പോ നോക്കാം. ഞാൻ വിശദമായിട്ട് വായിച്ച് അതിനെ കുറിച്ച് സംസാരിക്കുന്നില്ല. എന്താണ് പരിശുദ്ധാത്മ സ്നാനം എന്നതിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ബൈബിളിലെ മറ്റ് ഭാഗങ്ങളാണ്. അത് നിങ്ങൾക്ക് ഒരാൾ ചോദിക്കുകയാണ്, ഈ സ്നാനത്തെ കുറിച്ച് എന്തെങ്കിലും തെളിവുണ്ടോ, പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതെടുത്ത് കാണിക്കുകയും അവരെ മനസ്സിലാക്കാനും അത് സാധിക്കും. അങ്ങനെ നമുക്ക് ഈ പരിശുദ്ധാത്മ സ്നാനത്തെ കുറിച്ച്, പരിശുദ്ധാത്മാവിന്റെ സ്നാനം, അഭിഷേകം നമ്മൾ അനുഭവിക്കണം, അത് പ്രാപിക്കണം. അത് പ്രാപിക്കാത്ത
ആരെങ്കിലും, ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കുന്നു, ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അവരെല്ലാവരും ഈ ക്ലാസ് കഴിയുന്നതിന് മുമ്പേ ആത്മാവിനെ പ്രാപിക്കണം എന്ന് ഞാൻ വളരെ വിനീതമായിട്ട് ഓർപ്പിക്കുന്നു, സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ദൈവം നിങ്ങൾക്ക് അതിനുള്ള കൃപയും അനുഗ്രഹങ്ങളും തരട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളെ അവിടുന്ന് സഹായിക്കട്ടെ. അടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു, പരിശുദ്ധാത്മാവിനെ ഒരുവൻ പ്രാപിക്കുമ്പോൾ, അപ്പോൾ വീട് മുഴുവനും നിറച്ചു, അവർ അന്യഭാഷകൾ സംസാരിച്ചു എന്ന് കേൾക്കുന്നു. അങ്ങനെ സംസാരിച്ചപ്പോൾ എന്താണ്, അവിടെ വന്നവർക്കെല്ലാം എന്താണ്, അവിടെ വന്നവരെല്ലാം ഒരുപാട് പേര് അവിടെ യെരൂശലേമിൽ എന്താണ് അവിടുത്തെ പെരുന്നാളിന് വേണ്ടി കൂടി വന്നിരുന്നു. അവരെല്ലാവരും പല സ്ഥലത്തു നിന്നുള്ളവരാണ് കൂടി വന്നിരിക്കുന്നത്. നമുക്ക് ആ വാക്യം കൂടി ഒന്ന് വായിക്കാം. 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോട്ടെ. ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ടു അമൃതപോയി. എല്ലാവരും ഭ്രമിച്ചു ആശ്ചര്യപ്പെട്ടു. ഈ സംസാരിക്കുന്നവർ എല്ലാവരും ഗലീലക്കാർ അല്ലയോ? മതി ലാലിയാൻ്റെ വായിച്ചു. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ ലാലിയാൻ്റെയും ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ ദൈവം അവസരം നൽകുന്നല്ലോ. ഇവിടെ വായിക്കുന്നു, ഓരോരുത്തരും താന്താന്റെ ഭാഷ സംസാരിക്കുന്ന കേട്ടോ അമ്പരന്ന് പോയി കേട്ടോ. അപ്പൊ ഈ അന്യഭാഷയിൽ സംസാരിക്കുന്ന കേട്ടപ്പോ അവിടെ ഭയങ്കര എന്താണ് ബഹളം. നമ്മുടെ ഭാഷ തന്നെ ഉപയോഗിക്കാൻ ഭയങ്കര ബഹളം കേട്ടോ. സ്തോത്രം. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമുക്ക് വലിയ കുറച്ച് സമയം കൊണ്ടുള്ളിൽ നമ്മൾ അവസാനിപ്പിക്കും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാലേ നിങ്ങൾക്ക് മനസ്സിലാകും. വലിയൊരു എന്താണ് ഒച്ചയും ബഹളവും ഒക്കെ നമ്മുടെ ഭാഷയിൽ പറയാം. ഒച്ചയും ബഹളവും ഒക്കെ കേട്ടു. ഇന്നും എല്ലാരും പറയുന്നത് പെന്തക്കോസ്തുകാരെ കുറിച്ച് പറയുന്നത് ഒച്ചയും ബഹളവും ഒക്കെ കേൾക്കും അല്ലെ? കേൾക്കും. എവിടെ അവർ കൂടിയിട്ടുള്ള പ്രശ്നമാണ് അല്ലെ? ഇതാണ് ഈ ബഹളത്തിന്റെ കാരണം. ഇത് കാരണം അവരുടെ കുഴപ്പമല്ല, അവർ കൂടി വന്നിട്ടുണ്ടെങ്കിൽ ബഹളം വെച്ചിരിക്കും. അതാണ് അവരെ. അപ്പം അതിന് ഒറ്റ മരുന്നേ ഉള്ളൂ, അവരെ കൂട്ടാതിരിക്കുക എന്നുള്ളത്. ഓക്കെ, ഇവർ കൂടിയിട്ടുണ്ടോ? അവർ അന്നും 120 പേരുടെ സംഘം കൂടിയപ്പോൾ അവിടെ ബഹളം വന്നു. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയും. എന്താണ് പറഞ്ഞത്? അന്യഭാഷ സംസാരിക്കാൻ തുടങ്ങി. 120 പേരോട് സംസാരിക്കുമ്പോൾ എന്നാ സൗണ്ടാ അല്ലെ? നമ്മുടെ അവിടെ ആരാധിക്കുമ്പോ ആ തന്ന പുള്ളി എത്ര പ്രാവശ്യം വന്ന് പറഞ്ഞു മിണ്ടാതിരിക്കാൻ? ശരിയല്ലേ? ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പം എത്ര പ്രാവശ്യം വന്നു? ഹാരിഷ് വന്നു, മേളത്തെ അവര് വന്നു അല്ലെ? എന്നോടൊക്കെ പറയും മര്യാദക്ക് സ്ഥലം വിട്ടോളൂ പറഞ്ഞേക്കും. അപ്പൊ എന്തുകൊണ്ടാ നമ്മളിതൊക്കെ വളരെ അറിയാമെങ്കിലും അല്പനേരം കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ സാഹചര്യം എല്ലാം നമ്മളങ്ങ് മാറും. സ്വാഭാവികം കേട്ടോ. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നമ്മൾ ആ കൂട്ടായ്മയിൽ നമ്മുടെ മേലും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മേലും വ്യാപരിക്കുന്ന ദൈവാത്മാവിന്റെ ആ സന്തോഷമാണ് അല്ലെ? അകത്ത് സന്തോഷമുള്ള ദൈവമക്കൾ അങ്ങനെ അല്ലാത്തവരെ എവിടെയെങ്കിലും കൊണ്ട് ഇരുത്തിക്കോ, പിന്നെ അവരെ എങ്ങനെ എടുത്തോണ്ട് പോകുന്നത് വരെ അവർക്ക് ഒരു കുഴപ്പവും കാണത്തില്ല അല്ലെ? അങ്ങനെ ചിലരെ കണ്ടിട്ടില്ലേ? യാതൊരു അനക്കവും ഇല്ലാത്ത എന്താണ് വീൽചെയറിലൊക്കെ ചില തള്ളിക്കൊണ്ട് ചിലടത്തൊക്കെ ഇരുന്ന് കണ്ടിട്ടില്ലേ? ഗാർഡനിലൊക്കെ ഞാൻ ചെന്നപ്പോ കണ്ടിട്ടുണ്ട് ഒരാളെ അവിടെ ഇരിക്കും. കാരണം അവർക്ക് ചലനശേഷി ഇല്ല. അവരെ എപ്പോഴാണ് ഇവര് കൊണ്ടുപോകുന്നത് അന്നേരം എന്ത് ചെയ്യുന്നു? അങ്ങനെ അങ്ങ് പോകും. പക്ഷേ അകത്ത് ജീവൻ പ്രാപിച്ച ജീവനുള്ള ഒരു കൊച്ചിനെ ഇപ്പൊ നമ്മുടെ സലോമയോ ഷാരോനെയോ യുവനെയോ അല്ലെങ്കിൽ ഇവിടെ ആരെയും ഒക്കെയോ അവിടെ കൊണ്ട് മാത്തൂനെയോ ഒക്കെയോ അവിടെ കൊണ്ട് നിർത്തുക, എവിടെയെങ്കിലും ഒന്ന് നിർത്തുകയാണെങ്കിൽ എന്താണ്, നമ്മൾ അവിടെ നിർത്തിയ സ്ഥലം കാണത്തില്ല. നമ്മളല്ലേ തിരിഞ്ഞും മറിഞ്ഞും അല്ലെ നമ്മളില്ലാത്ത പ്രകടനങ്ങൾ നടത്തിയാലേ ഇവരൊന്നും പിന്നെ എന്ത് ചെയ്യത്തുള്ളൂ? തിരിച്ചു പോകത്തുള്ളൂ. ശരിയല്ല? ഗാർഡനിൽ പോയാലോ ലുലുവിൽ പോയാലോ അല്ലെങ്കിൽ എവിടെയാണോ എന്താ അതിനകത്തൊരു ആ ജീവൻ ഉള്ളത് കൊണ്ട് അവരെപ്പോഴും ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് എന്നതുപോലെ തന്നെ ആത്മാവ് അകത്തുള്ള വ്യക്തികൾ കൂടി വരുമ്പോൾ അവരിങ്ങനെ അനങ്ങിക്കൊണ്ട് ചലിച്ചുകൊണ്ടിരിക്കും. അത് സ്വാഭാവികമായിട്ടും അവരിൽ സംഭവിക്കുന്ന അതേ ഒരു ക്രിയയാണ്. അതുകൊണ്ടാണ് അന്ന് 120 പേരുടെ സംഘത്തിലും ബഹളം വന്നപ്പോ എല്ലാവരും കൂടെ കൂടി വന്നു. എല്ലാവരും എന്താ പുരുഷാരെല്ലാം കൂടെ ഒച്ച കേട്ടാച്ച് പറഞ്ഞു, ഇവിടെ എന്താ ഒരു വല്ലാത്ത ബഹളം കേൾക്കും, ഇതുവരെയും കേൾക്കാത്തൊരു ബഹളം കേൾക്കുന്നു. ഓടി വന്നു കഴിഞ്ഞ് നോക്കുമ്പോൾ എന്താണെന്നറിയാമോ? ഇവരിങ്ങനെ കാതുറക്കാൻ തുടങ്ങി. പിന്നെ ഗലീലക്കാരായ ആൾക്കാർ ഇവിടെ ഇരിക്കുന്ന മൊത്തം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ലോക്കൽ ആൾക്കാര് എന്ന് പറഞ്ഞാൽ ലോക്കൽ ലാംഗ്വേജ് സംസാരിക്കുന്ന നമ്മുടെ ലോക്കൽസ് ആണ് അവിടെ ഇരിക്കുന്ന മൊത്തം. അവിടുത്തെ ആൾക്കാർ മാത്രമാണ് വെളിയിൽ. പക്ഷേ അവരെല്ലാവരും സംസാരിക്കുന്നത് നമ്മുടെ ഭാഷയിലാണല്ലോ. അവിടെ എത്ര പേര് വന്നു നമുക്ക് കാണാം. ആരും എന്നെ ഒന്ന് വായിച്ച് സഹായിക്കാവോ? 8-ാമത്തെ വാക്യം. അവർ പാർഥരും മേത്യരും 1 എലാമ്യര് മെസൊപ്പൊട്ടേമിയ
Parthians. അവിടെ തൊട്ട് വായിച്ചു മനസ്സിലാക്കി. പാർത്ത് ആമാ. ആ യഹൂദിയരും ആ അവർ സംസാരിക്കുന്നത് ആ പൊന്തോസിലും ഫ്രുഗ്യയിലും ഫാംപുല്ലിയിലും മിസ്രൈമിലും ആ ആഹാ കണ്ടോ? അവിടെ ആ നാട്ടുകാരുണ്ട്, യഹൂദന്മാരുണ്ട്, പല സ്ഥലത്ത് ആൾക്കാർ അവിടെ കൂടി വന്നു. അന്ന് ആ സമയത്താണ് ഈ അഭിഷേകം പെന്തക്കോസ്റ്റ് ഡേ വന്നപ്പോൾ അവിടെ എന്ത് ചെയ്തു? പല സ്ഥലത്തുനിന്നും ആളുകൾ ഇങ്ങനെ അതിന് പെരുന്നാളിന് വേണ്ടി കടന്നു വന്നു. അത് എത്ര സ്ഥലത്ത് കടന്നു വന്നു അറിയാമോ? നമ്മുടെ ഭാഷ പറഞ്ഞ യൂറോപ്യൻസ് വന്നു, മറ്റു ഫോറിനേഴ്സ് മറ്റുള്ളവർ വന്നു. അതോടൊപ്പം തന്നെ എന്താണ് ലിബിയ, കുറേന, ആഫ്രിക്കയിൽ ചേർന്നിരിക്കുന്ന സ്ഥലത്ത് നിന്നുള്ളവർ വന്നു. ഇങ്ങനെ എല്ലാവരും വന്നു. പിന്നെ ലാസ്റ്റ് പറയുന്നു, എനിക്ക് തോന്നുന്നു ക്രേറ്റര് വന്നു. ക്രേറ്റരുമായ അറബിക്കാരും അവിടെ എഴുതിയിട്ടുണ്ട്. അറബിക്കാരുമായ അല്ലെ, അറബിക്കാര് അല്ലെ, അങ്ങനെ എഴുതിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു താഴെ അല്ലെ. യഹൂദ മതാനുസാരികളും ക്രേറ്റര് അറബിക്കാര് ആ കണ്ടോ? അപ്പൊ എത്ര ഭാഷ സംസാരിക്കുന്നുള്ള ഫോറിനേഴ്സും ഉണ്ടായിരുന്നു അവിടെ. അവിടെ ആഫ്രിക്കൻ, ലിബിയ പോലെയുള്ള എന്താ നമ്മൾ പറഞ്ഞ കുറേന വംശജരുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ക്രേറ്റര് ഉണ്ടായിരുന്നു. മറ്റൊരു വിഭാഗമാണ്, വേറെ ലാംഗ്വേജ് ആണ്, അറബിക്കാര്. അങ്ങനെ പല 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 ഭാഷ സംസാരിക്കുന്നവർ അവിടെ കൂടി വന്നു. പക്ഷേ ഇവർ എന്ത് ചെയ്തു? അന്യഭാഷകൾ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ ഓരോരുത്തരും, ഈ 120 പേരിൽ പലരും പറഞ്ഞിരുന്നതും ഇവരിൽ ഓരോരുത്തരുടെയും ഭാഷകളിൽ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുവാനായിട്ട് അത് ഇടയായി. പ്രിയപ്പെട്ട ദൈവമക്കളെ, സ്തോത്രം. നമ്മൾ ഇന്ന് ഇവിടെ കൂടി വന്നിരിക്കോ എന്താ പറഞ്ഞത്? ഇവർ ദൈവത്തിന്റെ വൻകാര്യങ്ങൾ എന്താണ് പ്രസ്താവിക്കുന്നത്? കേൾക്കുന്നില്ലയോ എന്ന് ചോദിച്ചു. അപ്പം അന്യഭാഷകളിൽ സംസാരിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്ന ദൈവത്തിന്റെ വലിയ കാര്യങ്ങളെയാണ് പ്രസ്താവിക്കുന്നത്. അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നു, അവൻ ആരോട് സംസാരിക്കുന്നു? ദൈവത്തോട്. എന്താണ്? ദൈവത്തോട് അതേ സംസാരിക്കുന്നു. അപ്പോൾ തന്നെ ഇവിടെ വന്നവരുടെ ഒക്കെ ഭാഷകളിൽ അവർ ശ്രദ്ധിക്കുമ്പോൾ കേൾക്കുന്ന എന്താണ്? ദൈവത്തിന്റെ വൻകാര്യങ്ങൾ നമ്മുടെ ഭാഷകളിൽ അത് കേൾക്കുന്നു. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. അതെ, ഞാന് പലപ്പോഴും ദൈവം ചില ഭാഷകൾ കൊടുത്തിരിക്കുന്ന ദൈവത്തെ സ്തുതിക്കാനും ദൈവത്തെ ആരാധിക്കുവാനും ഉള്ളതാണ്. അപ്പോൾ അക്ഷരാഭ്യാസമില്ലാത്തവർക്കും വിദ്യാഭ്യാസമില്ലാത്തവർ പോലും പരിശുദ്ധാത്മാവിൽ നിറയുമ്പോൾ അവർ എന്ത് ചെയ്യുന്നു? അത് വ്യത്യസ്തമായ ലാംഗ്വേജിൽ ഒരു പക്ഷേ ദൈവത്തെ സ്തുതിച്ചെന്ന് വരാം. ചില 1-2 അനുഭവങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. യാതൊരു അഭ്യാസവും ഇല്ലാത്ത ഒരു അമ്മച്ചി എന്ത് ചെയ്തു? വളരെ ഫ്ലുവന്റ് ആയിട്ട് ഇംഗ്ലീഷിലാണ് ആരാധനയുടെ മധ്യത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നു. അവരുടെ നാവിൽ ദൈവം കൊടുത്ത ഭാഷയാ. മലയാളം വായിക്കാൻ അറിയത്തില്ല, എഴുതാൻ അറിയത്തില്ലാത്ത ഒരു പ്രായം ചെന്ന അമ്മച്ചിയുടെ നാവിൽ കൂടെ വരുന്നത് ഇംഗ്ലീഷിലെ. കാരണം അന്ന് അവിടെ കൂടിയിരുന്ന ഒരു ഫോറിൻ ലേഡി പറഞ്ഞു, ഇവർ എത്ര നന്നായിട്ടാണ് നമ്മുടെ ഭാഷ സംസാരിക്കുന്നത്, ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. അടുത്ത് എന്ന് അവര് സംസാരിക്കുവാൻ ഇടയായി തീർന്നു. അപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞിട്ട് അമ്മച്ചിക്ക് ഒരു വാക്ക് പോലും പറയാൻ അറിയത്തില്ല. മനസ്സിലായോ? അല്പനേരം മുമ്പ് വരെ സംസാരിച്ചുകൊണ്ടിരുന്നത് എന്തായിരുന്നു? ദൈവത്തിന്റെ വലിയ കാര്യങ്ങളെ. അപ്പോൾ ഇത് പല സ്ഥലത്ത്, പല രംഗങ്ങളിൽ, പല ഇടങ്ങളിൽ ഉള്ള അനുഭവങ്ങൾ അത് എനിക്ക് നേരിട്ടറിയാം. എന്നോട് ഒരു കർത്താവിന്റെ ദാസൻ ഇങ്ങനെ പറയുവാനായിട്ട് അത് ഇടയായി തീർന്നു. നോർത്ത് ഇന്ത്യയിൽ അവർ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴുള്ള ഒരു ഈ യൂറോപ്യൻ ഏതോ ഒരു സ്ഥലത്ത്, ഏതോ രാജ്യമാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, അവിടുത്തെ ഒരു ലാംഗ്വേജ് ഉണ്ട്. അവിടുത്തെ ഒരു ലാംഗ്വേജ് നമ്മുടെ ജർമ്മൻ, ഈ സ്പാനിഷ് അങ്ങനെയൊക്കെ പോലുള്ള ഒരു ലാംഗ്വേജ്, അങ്ങനെ ഏതോ ഒരു ലാംഗ്വേജ് സംസാരിക്കുന്ന. അപ്പം അവരിവിടെ വന്നപ്പോൾ ഈ നോർത്ത് ഇന്ത്യയിലെ ആരാധനയിൽ, അവിടെ ഏതൊരു ചെറിയൊരു ഗ്രൂപ്പിൽ ആരാധന ഒരു വ്യക്തിയും അവർ സംസാരിക്കുന്ന ആ ഭാഷയിലാണ് എന്ത് ചെയ്യുന്നത്? ദൈവത്തെ സ്തുതിക്കുന്നത് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അവർ പറഞ്ഞു, അവർ റെക്കോർഡ് ചെയ്ത് വെച്ചു. അവർ എന്ത് ചെയ്തു? പറഞ്ഞു, ഇത് ഞങ്ങളുടെ ഭാഷയാണ്. നമുക്ക് ആർക്കും സ്പാനിഷ് അറിയത്തില്ല, നമുക്ക് ആർക്കും ജർമ്മൻ അറിയത്തില്ല, ഒരു പക്ഷേ നമുക്ക് മറ്റേ ഫ്രഞ്ചോ ഒക്കെ അധികം ആർക്കും അറിയത്തില്ല.
പക്ഷേ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞുവല്ലോ, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അതേ ഭാഷകളോ അതിരുകളോ ഒന്നും അതേ പ്രശ്നമല്ല. നമ്മെ കൊണ്ട് ആ ഭാഷകളിൽ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു? സ്തോത്ര, പരിശുദ്ധാത്മാവിൽ നമുക്ക് സംസാരിക്കുവാനായിട്ട് നമ്മുടെ നാവിൽ അത് ദൈവം തരുവാനായിട്ടിടയായി. അങ്ങനെയുള്ള ചില വ്യത്യസ്തമായ അനുഭവങ്ങളുണ്ട്. അങ്ങനെ അന്യഭാഷകൾ എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുകയും ചെയ്യുന്നതാണ്. ആർക്കെങ്കിലും അന്യഭാഷ പ്രാപിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുവാൻ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കണം. നമുക്ക് യോഗ്യതകളോ കഴിവുകളോ ഒന്നും കാണത്തില്ല, പക്ഷെ സമർപ്പിച്ചാൽ ദൈവം നിങ്ങൾക്കത് തരുവാനായിട്ടിടയായിത്തീരും. അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവ് മുദ്രയിടുന്നു. അടുത്തത് നെക്സ്റ്റ് ആണ്, നിങ്ങൾ എഴുതിയെടുക്കുക, പരിശുദ്ധാത്മ മുദ്ര. പരിശുദ്ധാത്മ സ്നാനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. എ എന്നും ബി എന്നും നിങ്ങൾ എഴുതിക്കുക. എ, പരിശുദ്ധാത്മ മുദ്ര. പരിശുദ്ധാത്മ സ്നാനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന രണ്ട് കാര്യങ്ങൾ. നമ്മൾ അന്യഭാഷയെ കുറിച്ച് ചിലപ്പോൾ ഞാൻ സംസാരിച്ചതേ ഉള്ളൂ. എ, പരിശുദ്ധാത്മ മുദ്ര. അടുത്തത് പരിശുദ്ധാത്മ മുദ്ര എന്ന് പറഞ്ഞാൽ, മുദ്ര എന്ന് പറയുന്നത് എന്താണ്? മുദ്ര വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടമസ്ഥത, അവകാശം, അധികാരമൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പരിശുദ്ധാത്മ മുദ്ര അല്ലെ, മുദ്ര വെച്ചിരിക്കുന്നു, സീൽ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അവകാശം അല്ലെ. നിങ്ങളുടെ വീടിനെ മുദ്ര ചെയ്യുവാൻ, പൂട്ടാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനെ സീൽ ചെയ്യാൻ നിങ്ങൾക്ക് മാത്രമേ അധികാരമുള്ളൂ അല്ലെ. പുറത്തുനിന്ന് ഒരാൾ വന്ന് നമ്മുടെ വീടോ നമ്മുടെ ഡോറോ അടച്ച് ലോക്ക് ചെയ്യാനായിട്ട് നമ്മൾ സമ്മതിക്കൂ? ഇല്ല അല്ലെ. എന്നതുപോലെ തന്നെ രക്ഷിക്കപ്പെട്ട യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച ഒരു വ്യക്തിക്ക് ആ വ്യക്തിയെ മുദ്രയിട്ടിരിക്കുന്നത് ആരാണ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് അല്ലെ. കേൾക്കുന്നുണ്ടോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് അവരെ മുദ്രയിട്ടിരിക്കുന്നു, ഫീൽ ചെയ്തിരിക്കുന്നു അല്ലെ. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് എന്റേതാണ്, എന്റെ വകയാണ് എന്ന് പറഞ്ഞിരിക്കുക. ശത്രു ദുഷ്ടനായവൻ തൊടാതെ പിശാച് നമ്മളെ ആക്രമിച്ച് തകർത്തു കളയാതിരിക്കാൻ വേണ്ടി നമ്മുടെ മേൽ എപ്പോഴും ഒരു മുദ്രയുണ്ട്. അപ്പം ഈ ശിവചായന്റെ മേലുള്ള മുദ്ര നമുക്ക് കാണാൻ പറ്റത്തില്ല, പക്ഷെ ആർക്ക് കാണാം? ഞാൻ എപ്പോഴും നിങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്, പിശാചിന് നല്ലവണ്ണം അറിയാം ഈ വ്യക്തിയുടെ മേൽ കിടക്കുന്ന മുദ്രയെ കാണുവാനായിട്ട് സാധിക്കും അല്ലേ. അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെയും മേൽ ആര് മുദ്ര ചെയ്തിരിക്കുന്നു? പരിശുദ്ധാത്മാവ് മുദ്ര ഇട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇന്നും അത് ബലത്തോടെ, ആരോഗ്യത്തോടെ, കൃപയോടെ, സൗന്ദര്യത്തോടെ, അഴകോടെ എന്താണ് ഒക്കെ നമ്മൾ നിൽക്കുന്നതിന്റെ കാരണം, ദൈവകൃപയിലൊക്കെ നമ്മൾ നിൽക്കുന്നതിന്റെ കാരണം നമ്മളെ മുദ്ര ഇട്ടിരിക്കുന്നു. പലപ്പോഴും നമ്മളെ പിശാച് തകർത്ത് കളയാൻ പദ്ധതി ഒരുക്കുക അല്ലെ. ആ കെണിയിലൊന്നും നമ്മൾ ആ വഴി പോകാഞ്ഞിട്ടല്ല, നമ്മൾ ആ സ്ഥലത്ത് നിൽക്കാഞ്ഞിട്ടല്ല, ആ രാജ്യത്ത് പോകാൻ അവിടെയെല്ലാം ദൈവം നമ്മളെ സൂക്ഷിച്ചു. കാരണം നമ്മുടെ മേൽ ഒരു മുദ്രയുണ്ടായിരുന്നു അല്ലെ. ഞാൻ കഴിഞ്ഞ എപ്പോഴും പറഞ്ഞു, നമ്മുടെ പറമ്പിലോ നമ്മുടെ കോമ്പൗണ്ടിലോ ആർക്കും കയറാൻ പറ്റത്തില്ല അല്ലെ. നമുക്ക് ആരും നമ്മൾ അനുവദിക്കത്തില്ല. അവിടെ കയറി താമസിക്കാൻ നമ്മൾ അനുവദിക്കാതെ ആർക്കും ഇവിടെ കയറാൻ പറ്റത്തില്ല അല്ലെ. എന്ന് പറഞ്ഞ പോലെ എന്താണ്? ദൈവത്തിന്റെ മന്ദിരമാണ് നമ്മൾ ഓരോരുത്തർ അല്ലെ. ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു നിങ്ങൾ അറിയുന്നില്ല. അപ്പൊ ദൈവത്തിന്റെ മന്ദിരമായ നമ്മെ സീൽ ചെയ്തിരിക്കുന്നത് ഉടമസ്ഥാവകാശം ആർക്കാണെന്നറിയാമോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഒരു ദൈവവേദി, രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദിന്റെ ഉടമസ്ഥാവകാശം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന്റെ നിറവ് വരുമ്പോൾ, പരിശുദ്ധാത്മാവിൽ അഭിഷേകം ചെയ്യപ്പെടുമ്പോൾ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം നമ്മളെ മുദ്രയിടും, സീൽ ചെയ്യും കേട്ടോ. നമുക്കൊന്ന് വായിക്കാമോ? 2 Corinthians 1:22. 2 Corinthians. Who also has sealed us and given us the Spirit. കണ്ടോ? അഭിഷേകം ചെയ്തിരിക്കുന്നു, അവൻ നമ്മെ മുദ്രയിട്ടു തന്നുമിരിക്കുന്നു. എഫേസ്യർ 1:13 മുദ്ര എന്ന ഒരു വാക്ക് നമുക്ക് കാണുവാൻ കഴിയുന്നു. You also trusted after you heard the word of truth, the gospel of your salvation, in whom also having believed you were sealed with the Holy Spirit of promise. കണ്ടോ? അവകാശത്തിന്റെ അച്ചാരമായ പരിശുദ്ധാത്മാവിൽ എഫേസ്യർ 1:13-14 വാക്യങ്ങളെ പരിശുദ്ധാത്മാവിനാൽ എന്താണ് നമ്മൾ എന്തിരിക്കുന്നു?
മുദ്രയിട്ടിരിക്കുന്നു. സ്തോത്രം കേട്ടോ. അപ്പം ആ മുദ്രയുള്ള എത്ര പേര് ഉണ്ട്? അവർക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ദൈവം നിങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. സ്തോത്രം. എന്റെ മേല് ആരുടെ മുദ്രയുള്ളത്? പരിശുദ്ധാത്മാവിന്റെ മുദ്രയാണുള്ളത്. രണ്ടാമത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തോടെ നമുക്ക് ലഭിക്കുന്ന മുദ്രയും അടുത്ത ലഭിക്കുന്നു എന്താണ്? നമുക്കൊരു നിറവ് ലഭിക്കുന്നു. ഒരു എന്താണ്? ഒരു നിറഞ്ഞൊരു ജീവിതം, നിറയപ്പെടുന്ന ഒരു ജീവിതം നമുക്ക് ലഭിക്കുന്നു. എഫെസ്യർ 5:18. ഇംഗ്ലീഷ് ഒന്ന് വായിച്ചേ. 5:8, 5:18. And do not be drunk with wine, in which is dissipation, but be filled with the Spirit. Filled with the Spirit. മലയാളത്തിൽ വായിക്കാം. എഫേസ്യൻ 5:18. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും മതി. അതിന്റെ സ്റ്റാർട്ടിങ് എന്താ പറയുന്നത്? ആത്മാവ് നിറഞ്ഞവരായി. കണ്ടോ? അപ്പൊ നമുക്ക് എന്ത് ലഭിക്കുന്നു എന്ന് പറഞ്ഞേക്കുന്നത്? നിറവ് ലഭിക്കുന്നു അല്ലെ? പരിശുദ്ധാത്മാവിലുള്ള നിറവ്. രണ്ട് കാര്യങ്ങളാണ് നമുക്ക് അഭിഷേകത്തിലൂടെ നിറവുള്ള ഒരു ജീവിതം. പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി, പിന്നെ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ രംഗങ്ങളിൽ ആത്മീയ ചുവടുകളിൽ നമുക്ക് ശക്തമായിട്ട് മുൻപോട്ട് പോകാനായിട്ട് നമ്മെ സഹായിക്കുന്ന ഒന്നാണ് പരിശുദ്ധാത്മാവിന്റെ നിറവ് എന്നുള്ളത്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? പരിശുദ്ധാത്മാവിന്റെ നിറവാണ് എന്നെ ഈ ആത്മീയ ജീവിതത്തിൽ നിർത്തുന്നത് കേട്ടോ. നമ്മുടെ സ്വന്തം കഴിവോ മിടുക്കോ ഒന്നുമല്ല. ഒത്തിരി പേര് വീണുപോയ ഈ പോർക്കളത്തിൽ നമ്മളെ നിർത്തിയിരിക്കുന്നത് എന്താണ്? ഈ നിറവ. ഈ നിറവ് നമുക്കറിയാം. ഒരു സാധനം ഒരു പാത്രത്തിനകത്ത് ഒന്നുമില്ലെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്? കാലിയാന്ന് പറയും അല്ലെ? കാലിയാന്ന് പറയും അല്ലെ? അതിനകത്തൊന്നുമില്ല, കാലിയായിരിക്കുന്നു അല്ലെ? ആ കുപ്പി കാലിയാണ്, ആ ഭരണി കാലിയാണ്, ആ പാത്രം കാലിയാണ്. അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഉണ്ടെന്ന് പറയും അല്ലെ? എന്നാൽ അത് നിറഞ്ഞിരുന്ന് തുളുമ്പുന്ന ഒരു അനുഭവം പറയുമ്പോൾ നമ്മൾ നിറഞ്ഞിരിക്കുന്നു, നമ്മൾ പറഞ്ഞു നിറഞ്ഞിരിക്കുന്നു അല്ലെ എന്ന് പറഞ്ഞ പോലെ എന്നെ നിങ്ങളെയും എന്ത് നിറച്ചിരിക്കുകയാണ്? പരിശുദ്ധാത്മാവിനാലെ നമ്മെ നിറച്ചിരിക്കുന്നു. നമ്മൾ എന്താ നിറച്ചിരിക്കുന്നത്? പരിശുദ്ധാത്മാവിന്റെ നിറവ്. എത്ര പേരുണ്ട്? ആരൊക്കെയോ ഞാൻ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. 10 മിനിറ്റ് ലേറ്റ് ആയി പോയത് കൊണ്ടാണ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതൊന്ന് നിങ്ങളെന്ന് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ഇരിക്കുന്നു. ആർക്കൊക്കെ ഉറക്കം വരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഉറങ്ങുന്നവരാരേലും ഉണ്ടെങ്കിൽ കൈ ഉയർത്തി സ്തോത്രം പറയാൻ ഞാൻ പറയത്തില്ല. ഓക്കെ, ആരും ഉറങ്ങുന്നില്ല കേട്ടോ. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ഇതെന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇതൊന്ന് കണക്ട് ചെയ്ത് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പരിശുദ്ധാത്മാവിന്റെ നിറവ് വരുമ്പോൾ, ആത്മാഭിഷേകം വരുമ്പോൾ എന്തൊക്കെ നമ്മൾ മുദ്ര നമ്മൾ പ്രാപിക്കുന്നു, നമുക്ക് നിറവുണ്ടാകുന്നു. അടുത്തതായിട്ട് രണ്ട് കാര്യം ഓടിച്ചൊന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് 4-ാമത്തെ ഭാഗം പത്രോസിന്റെ, അല്ലെങ്കിൽ ഈ അധ്യായത്തിൽ കിടന്ന പത്രോസിന്റെ പ്രസംഗമാണ് പിന്നെ തുടങ്ങുന്നത്. അപ്പം ഇവരെല്ലാരും വന്നു വെച്ച് പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് പിടിച്ചു? നിങ്ങൾക്ക് ലഹരി പിടിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഈ അന്യഭാഷയിലൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് പറയുന്നു? നിങ്ങൾ നമ്മുടെ ഭാഷയെ പറഞ്ഞാല് അതും ഇതുമെല്ലാം വിളിച്ചു പറയുന്നു, ഉറക്കപ്പിച്ച് പറയുന്നു എന്നൊക്കെ ഇവര് പറഞ്ഞു. പറഞ്ഞപ്പോ പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിക്കാൻ തുടങ്ങി കേട്ടോ. പത്രോസിന്റെ പ്രസംഗം നമുക്ക് 2:14 തൊട്ട് 41 വരെ പത്രോസ് എഴുന്നേറ്റ് അവരോട് പ്രസംഗിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കേട്ടോ. ഈ അധ്യായം നമ്മുടെ ഏതാണ്ട് അവസാനത്തിലേക്ക് വരിക. 2:14 തൊട്ട് 41 വരെയുള്ള വാക്യങ്ങളിൽ എന്താ കാണുന്നത്? പത്രോസ് പറയാ, ഇത് ഞങ്ങൾ ലഹരി പിടിച്ചിട്ടല്ല. പറഞ്ഞു, നിങ്ങൾ ഇച്ചിരി വീഞ്ഞൊക്കെ അടിച്ചിട്ട് അല്ലേ? സത്യമല്ലേ? നമ്മുടെ ഒരു ആരാധനയിൽ ഒരാൾ വന്ന് കയറി നോക്കിയാൽ ഇതുവരെയും പങ്കെടുക്കാത്ത ഒരാൾ വന്നു കഴിഞ്ഞാൽ എന്താ പറയും? എന്തൊക്കെയോ അല്ലെ കഴിച്ചിട്ടുള്ള ഒരു ഇതാണ് അവർക്ക് തോന്നുന്നു അല്ലെ? ആ തുള്ളലും ആട്ടവും അല്ലെ, നമ്മുടെ കൈ ഉയർത്തും ഒക്കെ കാണുമ്പോൾ ഒന്നും അറിയാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അങ്ങനെ തോന്നത്തുള്ളൂ. എന്നതുപോലെ ഇവർക്കും പുറത്തുനിന്ന് വന്ന എല്ലാവർക്കും തോന്നിയ ഒരു കാര്യം, ഇവരെല്ലാം വീഞ്ഞെല്ലാം കുടിച്ച് മത്ത് പിടിച്ച് ലഹരി അയക്കുന്നു, അതുകൊണ്ടാണ് ഇതെല്ലാം വിളിച്ചു പറയുന്നു പറഞ്ഞപ്പോൾ പത്രോസ് ചാടി എഴുന്നേറ്റു. ആ പലതിന് നടുവിൽ പത്രോസ് എഴുന്നേൽക്കാനിടയായി. പത്രോസ് നോക്കിക്കേ, ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞു, യേശുക്രിസ്തുവിനെ സാക്ഷിക്കാനുള്ള ധൈര്യം നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞായിരുന്നു. നിങ്ങൾ എത്ര പേര് ഓർക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും അല്ലെ? അഗ്നി
അല്ലെ? അപ്പോൾ നമുക്ക് പറയാനുള്ള ധൈര്യം നമുക്ക് കിട്ടും ആത്മാവിൽ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വന്നപ്പം പത്രോസ് എഴുന്നേറ്റ് നിൽക്കുന്ന കണ്ടോ? മുമ്പ് ആരായിരുന്നു? ഓടുവന്ന് യേശു, നീ ഗലീലക്കാരനല്ലേ, നീ ആ യേശുവിനോട് കൂടി ഉണ്ടായിരുന്നില്ലേ, നിന്നെ ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ടല്ലോ അല്ലെ? ഒരു വേലക്കാരി പറഞ്ഞപ്പോൾ, പള്ളിക്കാരി പറഞ്ഞപ്പോൾ, മറ്റു പല സ്ഥലത്തും എന്ത് ചെയ്തു? ആരെ തള്ളി പറഞ്ഞു? യേശുവിനെ തള്ളി പറഞ്ഞത് അല്ലെ? എന്ന് പറഞ്ഞാൽ ഒരു ഭയപ്പെട്ട് പേടിച്ച് എല്ലായിടത്തും നിന്ന് ഓടി ഒളിച്ചവനാ പത്രോസ്. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? പത്രോസ് എഴുന്നേറ്റ് ദൈവത്തെ സാക്ഷിക്കാനായിട്ട് 11 പേരോട് ഇരിക്കുമ്പോഴും 6 കൂട്ടത്തിൽ ധൈര്യസമേതം ചാടി എഴുന്നേറ്റ് അവർക്കുള്ള മറുപടി കൊടുത്തത് ആരാണ്? പത്രോസാ കൊടുക്കാനായിട്ടിടയായത്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് പറഞ്ഞ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാപിച്ച അല്ലെങ്കിൽ നമ്മൾ മേൽ ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ആരെ സാക്ഷിക്കാൻ പ്രാപ്തരാക്കി മാറ്റും? യേശു ക്രിസ്തുവിനെ സാക്ഷിക്കുവാനുള്ള ശക്തി നമുക്ക് തരുവാനായിട്ട് അത് ഇടയായി. നോക്കിയേ, പത്രോസിന്റെ പ്രസംഗമാണ് നമുക്ക് 41 വരെ കാണുന്നത്. ഇന്നത്തെ നമ്മുടെ ഈ അധ്യായത്തിലെ വാക്യം കൂടെ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്തു പഠിക്കേണ്ട വാക്യം 2:38 വാക്യം. Then Peter said to him, ഓക്കെ, അത് നിങ്ങൾ പഠിക്കേണ്ട വാക്യമാണ് കേട്ടോ. ആ പഠിക്കേണ്ട വാക്യമാണ് അത്. വളരെ പത്രോസ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ എന്താണ് ഓരോരുത്തരും നിങ്ങൾ മാനസാന്തരപ്പെട്ട് അപ്പം അപ്പൊ രക്ഷയ്ക്ക് നിതാന്തം എന്താണ്? രക്ഷിക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. പാപങ്ങളുടെ മോചനത്തിനായി മാനസാന്തരപ്പെടണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്ത് ചെയ്യണം? സ്നാനമേൽക്കണം എന്നത് വളരെ വ്യക്തമായിട്ട് പറയുന്നു. പത്രോസ് അവരോട് പറഞ്ഞു കൊടുക്കുക. ആദിമ സഭയുടെ അല്ലെങ്കിൽ ആദ്യകാലത്ത് 120 പേര് കൂടിയിരുന്ന സംഘത്തിൽ പത്രോസ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവിടെ കൂടി വന്ന കേച്ചരെ, അറബിക്കാരെ, ലിബനരെ, പാമ്പുള്ളിയക്കാരെ, അങ്ങനെ എല്ലാവരും അവിടെ കൂടി വന്നിരുന്ന മുഴുവൻ ആളുകളോടും നിങ്ങൾ മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. കേട്ടോ, ഇത് നിങ്ങൾ പഠിക്കണം കേട്ടോ. ഇത് കാണാതെ പഠിക്കണം, മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കണം. ഞങ്ങളുടെ സുവിശേഷം എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ മാനസാന്തരപ്പെട്ട യേശു ക്രിസ്തു നാമത്തിൽ സ്നാനമേൽക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കർത്താവ് പാപങ്ങളെ ഏറ്റു പറഞ്ഞുകൊണ്ട് മാനസാന്തരപ്പെടണം. അവരോട് എല്ലാവരോടും മടി കൂടാതെ പത്രോസിന്റെ പ്രസംഗം നമുക്ക് കാണാനായിട്ട് അവിടുന്ന് സാധിക്കും. അവസാനത്തെ നമ്മുടെ പോയിന്റിലേക്ക്, ഈ അധ്യായത്തിന്റെ അവസാനത്തെ ഭാഗത്തിലേക്ക് നമ്മൾ വന്നിരിക്കുന്നു. 2:42-41 വരെയുള്ള വാക്യങ്ങൾ എന്താണ് കാണുന്നതെന്ന് അറിയാമോ? പത്രോസിന്റെ പ്രസംഗമാണ്. അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമുക്ക് കാണാതെ പഠിക്കാനുള്ള ഒരു മെമ്മറി വേർഡ്സ് ആണ് നമ്മൾ ഇപ്പൊ മുമ്പ് തന്നത്. ഏതായിരുന്നു? Then Peter said to them, repent and let every one of you baptize in the name of Jesus Christ for the remission of sins. അന്ന് എത്ര പേരാണ് ചേർന്നത്? 3000-ഓളം പേര് എന്ത് ചെയ്തു? 3000-ഓളം പേര്. കണ്ടോ, അന്ന് അവിടെ കൂടി വന്നവരിൽ ഈ പ്രസംഗം കേട്ട് പത്രോസിന്റെ പ്രഥമ പ്രസംഗം പത്രോസിന്റേതാ. ഈ പ്രഥമ പ്രസംഗം പത്രോസിന്റേത് കേട്ട് അന്ന് യേശു ക്രിസ്തുവിനെ അറിഞ്ഞത് എത്ര പേരാണ്? 3000-ഓളം പേരാണ് രക്ഷിക്കപ്പെടുവാനിടയായിട്ട്. അന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. അന്ന് എത്ര പേരാ? 3000-ഓളം പേര് അവരോട് ചേർന്നു. അവർ 42. ഇനി 42ലേക്ക് വന്നേ. അവർ കണ്ടോ, ഒരു ദൈവസഭയുടെ ആരംഭം കുറിക്കുകയാണ്. ആദ്യകാല ദൈവസഭയുടെ ആരംഭം. ഇതാണ് ദൈവസഭയുടെ ഉത്ഭവം അല്ലെങ്കിൽ ആരംഭം എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഇതിന്റെ ആരംഭം ആരാ കുറിച്ചെന്ന് അറിയാമോ? ദൈവസഭയുടെ ആരംഭം ആരാ കുറിച്ച് എന്നാണ് നമ്മുടെ ചർച്ചിന്റെ അല്ലെങ്കിൽ പറഞ്ഞാട്ടെ. പരിശുദ്ധാത്മാവ്. സ്തോത്രം. ഷൈജാനെ പറഞ്ഞിരിക്കുന്നു, പരിശുദ്ധാത്മാവാണ് ദൈവസഭയുടെ എന്താണ് ആരംഭം കുറിച്ചത് എന്ന് പറഞ്ഞാൽ നായകനും നടത്തിപ്പുകാരനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. അതുകൊണ്ട് ഒരു സഭ സ്ഥാപിക്കുന്നത് നമ്മൾ അതിന്റെയൊക്കെ വാഹകര് മാത്രമാണ്. അതിൽ കല്ല് പെറുക്കി കളയോ വേലി കെട്ടുവോ അല്ലെങ്കിൽ എന്താണ് അതിന്റെ വേലയ്ക്ക് നമ്മളെ ആക്കി വെക്കുകയോ ചെയ്യുന്ന ഓരോ പാർട്ടുകൾ മാത്രമാണ്.
അത് സ്തോത്രം. നമ്മളല്ല അല്ലെ, നമ്മൾ ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയൊക്കെ പറഞ്ഞു പോകുന്നു, എന്റെ സഭ ഞാൻ സ്ഥാപിച്ചത്, ഞാൻ നട്ടത് എന്നൊക്കെ പറയാറുണ്ട്. ഒരിക്കലും നമ്മളെ കൊണ്ട് സ്ഥാപിക്കാനോ നമ്മളെ കൊണ്ട് നടാനോ കഴിയത്തില്ല. ഇതെന്താണ്? ആദിമ നൂറ്റാണ്ടിൽ അതെ ഈ സഭയുടെ സ്ഥാപകൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ഇന്നും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് അതേ സ്തോത്രം, ഒരു പ്രസിഡന്റ് അല്ല, സെക്രട്ടറി അല്ല, ഓവർസിയർ അല്ല, അല്ലെങ്കിൽ ഖജാൻജി അല്ല, ആരുമല്ല ദൈവസഭയുടെ അതേ സ്ഥാപകർ എന്ന് പറയുന്നത്. ഇന്നും അന്നും എന്നും എന്താണ്? യേശുക്രിസ്തുവിന്റെ വരവരെയും സഭയുടെ എന്താണ് നടുന്നതും അതേ ദൈവസഭയെ വളർത്തുന്നതും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് ഇവിടെ വായിക്കുന്നു, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ, പ്രാർത്ഥന കഴിച്ചും പോകുന്നു. അപ്പൊ ഒന്ന്, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. കേട്ടോ, ചേർന്നവർ ചെയ്ത കാര്യം അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കി, പിന്നെ എന്താ കഴിച്ചു? പ്രാർത്ഥന കഴിച്ചു. ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും കുറഞ്ഞത് ഒരു ദൈവസഭയ്ക്ക് വേണ്ട ഏറ്റവും. വേറെ ഒന്നുമില്ലേലും കുഴപ്പമില്ല. കെട്ടിടമില്ലേലും കുഴപ്പമില്ല, പണമില്ലേലും കുഴപ്പമില്ല, അതെ വലിയ വലിയ ആഡംബരമുള്ള VIP ഇല്ലേലും ഒന്നും ഒരു കുഴപ്പമില്ല. വേണ്ട കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോസ്തലന്മാരുടെ ഉപദേശം, ദൈവഭൃത്യന്മാരുടെ നടത്തിക്കുന്ന അല്ലെങ്കിൽ അവിടുത്തെ എന്താണ് മൂപ്പന്മാരുടെ ഉപദേശം കേൾക്കുന്ന ഒരു സഭ. രണ്ട്, എന്താണ്? കൂട്ടായ്മയ്ക്ക് പ്രാധാന്യമുള്ള ഒരു സഭ, അപ്പം നുറുക്കുന്ന ഒരു സഭ. അവസാനമായിട്ട് വായിക്കുന്നു, പ്രാർത്ഥന കഴിക്കുന്ന. കണ്ടോ, ഇതാണ് സഭയുടെ എന്താണ് അത്യന്താപേക്ഷിതമായ ഏറ്റവും എന്താണ് പ്രധാനമായ ഘടകമെന്ന് പറയുന്നത്. നിങ്ങൾ നോട്ട് ചെയ്യുക, നിങ്ങൾ അത് കുറിച്ചിടുക. 43 തൊട്ട് ആദ്യകാല സഭയുടെ പ്രവർത്തന രീതിയെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് അതേ സാധിക്കുന്നുണ്ട്. അതും കൂടെ നമുക്ക് വായിക്കാം. 43 തൊട്ടൊന്ന് വായിച്ചോട്ടെ. നമുക്ക് അതുകൂടെ പറഞ്ഞ് നിർത്തുക കേട്ടോ, പ്രാർത്ഥിച്ചു നിർത്തുക. Fear came upon every soul. Many witnesses and signs were done to the apostles. Now all who believed met together and had things in common, and saw the possession of goods, and divided them among all as anyone had need. So coming daily with one accord in the temple, and breaking bread from house to house, they ate their food with gladness and simplicity of heart, praising God and having favor with all the people. And the Lord added to the church daily those who had been saved. Praise the Lord. നമ്മളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇവിടെ വായിക്കുന്നത് പ്രിയപ്പെട്ടവരെ, അവിടെ എന്ത് ചെയ്യുന്നു? വിശ്വാസികൾ എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നു. പിന്നെ അവിടെ വസ്തു സകല ഒരു പൊതുവകയെന്ന് തന്നെ. അടുത്തത് വായിക്കുന്നു, എല്ലാവർക്കും പങ്കിട്ടു. സഭയുടെ ഒരു വലിയ പ്രത്യേകത കേട്ടോ. ആരുടെ സ്വന്തം എന്നൊന്നും പറയാനില്ല. അവരെല്ലാവരും എന്ത് ചെയ്തു? അന്ന് ഒരുമിച്ച് കൂടിയിരുന്നു. അവിടെ വസ്തുവകളൊക്കെ വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ട് വെച്ചു. നമുക്ക് തുടർന്നുള്ള അധ്യായങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നിട്ട് ആർക്കാണോ ആവശ്യം അവർക്കെല്ലാം എന്ത് ചെയ്തു? ഈ അപ്പോസ്തലന്മാർ പങ്കിട്ട് കൊടുക്കുവാനായിട്ട് അത് ഇടയായി തീർന്നു. അടുത്തായിട്ട് വായിക്കുന്നു, ഒരുമനപ്പെട്ട് ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും. കണ്ടോ, എന്നെ ആ വാക്യം ഒത്തിരി ചിന്തിപ്പിച്ച ഒരു ഭാഗമാണ് നമ്മുടെ ഈ പഠന ക്ലാസ്സിൽ. ദൈവസഭയുടെ ഏറ്റവും വലിയ ഒരു സന്തോഷം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഏറ്റവും വേണ്ട ഒരു ഘടകം എന്ന് പറഞ്ഞ് ഉല്ലാസവും എന്താണ്? ഹൃദയപരമാർത്ഥതയും ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ സന്തോഷം എന്നാണ്. മറ്റു സ്ഥലത്ത് ദൈവസഭയിൽ കൂടി വരുന്ന എല്ലാവരും സന്തോഷമുള്ളവരായി അല്ലെ. അവർക്ക് പലതും വിറ്റവർ അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ട് വെച്ചെങ്കിലും അവർ സന്തോഷമുള്ള ഒരു കൂട്ടമായിരുന്നു. അതുകൊണ്ട് ഇന്നും പ്രിയപ്പെട്ടവരെ, ദൈവസഭയിൽ അകത്ത് ഇന്ന് പലതും ഉണ്ടെങ്കിലും നമുക്ക് പല പല ഭൗതിക ഘടകങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടെങ്കിലും സന്തോഷം കാണാൻ പലപ്പോഴും കഴിയുന്നില്ല. എന്തുകൊണ്ടാ? നമ്മൾ അതെ ദൈവത്തിൽ ആശ്രയിക്കുകയും പരിശുദ്ധാത്മ പ്രവർത്തികൾക്ക് മുൻതൂക്കം കൊടുക്കുകയും ചെയ്യാത്തത് കൊണ്ടാണ്. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ നഷ്ടപ്പെട്ടു പോയ ആത്മസന്തോഷം മടങ്ങി വരുവാനായിട്ട് അത് ഇടയായിട്ട്. ആർക്കെങ്കിലും ജീവിതത്തിൽ ആ ഒരു സന്തോഷം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം, ദൈവം നിങ്ങളെ ആത്മസന്തോഷം കൊണ്ട് നിറയ്ക്കുവാനായിട്ട് അത് ഇടയായിട്ട്. അപ്പൊ ആദ്യകാല സഭയുടെ ഒരു പ്രവർത്തന രീതിയാണ് നമുക്ക് 43 മുതലുള്ള വാക്യങ്ങളിൽ അത് കാണുവാനായിട്ട് അത് സാധിക്കും. 43 തൊട്ട് 47 വരെയുള്ള ആ വാക്യങ്ങൾ. ഞാൻ എന്റെ വാക്കുകൾ നിർത്താനായിട്ട് ആഗ്രഹിക്കുന്ന നമ്മുടെ ക്ലാസ് ചെയ്യാനുള്ള സമയമായി.